എല്ലാ മലയാളികൾക്കും ഒരു നല്ല നമസ്കാരം. അതെ, ഒരു പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. അതെ, വളരെ പ്രധാനപ്പെട്ട ആഘോഷത്തിന് സന്തോഷത്തിന് ഒരു 10 ദിവസം നമ്മൾ ഇന്ന് തുടങ്ങുകയാണ് എന്ന് പറയാം അല്ലേ. അത്തത്തിന് ഇന്ന് തുടക്കമാകുന്നു. ഇനിയുള്ള 10 ദിവസം ഓണാഘോഷത്തിൻ്റെതാണ്. അതെ, അപ്പൊ എല്ലാ മലയാളികൾക്കും എല്ലാ ന്യൂസ് 18ന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അത്തം ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് മോർണിംഗ് വൈബ്സ് ആരംഭിക്കാം. നമുക്ക് വയനാട് ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ടെങ്കിൽ പോലും പൂവിളികളും ഒപ്പം പായസം വെപ്പും അത്തപ്പൂക്കളവും ഒക്കെയായി എന്തായാലും മലയാളികൾ ആഘോഷിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ തിരുവോണം, ഓണം എന്നുള്ളതാണ്. കാരണം ഓണമാണ് നമുക്ക് വല്ലാത്തൊരു നൊസ്റ്റാൾജിയായുള്ള ഫീലിംഗുകൾ. നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഒരുപാട് ഓണാഘോഷങ്ങൾ, അന്ന് ഈ തുമ്പപ്പൂവും പൂക്കളങ്ങളും അത്തപ്പൂക്കളവും സ്കൂളിലെ ഓണാഘോഷവും ഒക്കെയായി ഒരുപാട് ഓർമ്മകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന അത്ര ഒരു ആഘോഷവും ആരവവും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. രഞ്ജിത്തിന് ഓർമ്മയില്ലേ? അതായത് ഇപ്പം ഒന്നാമത്തെ ദിവസം അത്തത്തിന്റെ അന്ന് നമ്മളെല്ലാം ഒരു വരിയിൽ ഒരു വട്ടത്തിൽ ഇങ്ങനെ പൂക്കളം ഇടും വീടിന്റെ മുറ്റത്ത്. അതും വീടിന്റെ പരിസരത്ത് നിന്നുള്ള പൂക്കളം. ഒന്നാമത്തെ ദിവസം ഒരു പൂവാണ് നടുക്ക് കുത്തിവെക്കുക. രണ്ടാം ദിവസം 2 പൂ, അങ്ങനെ 10ാം ദിവസം ആകുമ്പോഴത്തേക്ക് 10 ലെയർ ഉള്ള ഒരു വലിയ അത്തപ്പൂക്കളത്തിലേക്ക് ഇപ്പൊ അങ്ങനൊന്നുമില്ല. പക്ഷെ ഈ ആഘോഷത്തിന് കുറച്ചുകൂടെ മാറ്റമുണ്ട്. കാരണം ഈ സ്കൂളുകളിലും കോളേജുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ വലിയ ആഘോഷങ്ങൾ പലപ്പോഴും നടക്കുന്നുണ്ട്. ഈ വ്യാപാര മേളകളിലും ഒക്കെ വലിയ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പഴയ ഒരു മാറ്റും ഒരു ഭംഗിയും ഒന്നും ഇല്ല. അതിന് ഒരു തനിമ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. എന്നാലും വലിയ ആഘോഷങ്ങളാണ്. അതൊരു ന്യൂ ജനറേഷൻ ആഘോഷം എന്ന് പറയാം. എന്നാലും അതും മോശമൊന്നും അല്ല. എന്തായാലും നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വയനാട്ടിൽ ഉണ്ടായ ആ വലിയ മഹാദുരന്തം, അതിന്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും മലയാളികൾ ആരും കരകയറിയിട്ടില്ല. അത് മറന്നുകൊണ്ടൊന്നുമല്ല നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത്. പക്ഷേ നമ്മൾ അതിജീവനത്തിന്റെ പാതയിലാണ്. ഓണം എന്ന് പറയുമ്പോഴും അതാണ്, കർക്കിടകം കഴിഞ്ഞെത്തിയ ആ ഒരു പഞ്ഞമാസത്തെ, ആ കെട്ടകാലത്തെ ഒക്കെ നമ്മൾ മറന്നുകൊണ്ട് പുതിയ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ പുതിയൊരു കാലത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ ഐതിഹ്യവും. സന്തോഷമാണല്ലോ, സന്തോഷം. ആഘോഷങ്ങൾ എപ്പോഴും സന്തോഷമാണ്. പ്രത്യേകിച്ചും പൂക്കളും അത്തപ്പൂക്കളങ്ങളും ഈ നല്ല സദ്യയും ഒക്കെ കഴിക്കുന്നതും മനസ്സിനും ശരീരത്തിനും ഒക്കെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. ആ സന്തോഷം തേടിയുള്ള ദിവസങ്ങളാണ് ഇനി. ആ സന്തോഷം എല്ലാ മലയാളികൾക്കും, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികൾക്കും, ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥനയും ആശംസയും. നമുക്ക് തൃപ്പൂണിത്തറ അല്ലെ, അത്തച്ചമയമാണ് ഇന്നത്തെ ഒരു പ്രധാന കാഴ്ച എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മലയാളികളുടെ ആഘോഷത്തിലെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ആഘോഷം അതെ ഓണമാണ്. ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ അത്തച്ചമയത്തിന്റെ കാഴ്ചകൾ അത് ഗംഭീര കാഴ്ചകളാണ്. അതിലേക്ക് നമുക്ക് ആദ്യം പോവേണ്ടതുണ്ട്. ന്യൂസ് 18ലെ കൊച്ചിയിലെ സുന്ദരിക്കുട്ടി നവമി അല്ലെ നമ്മോടൊപ്പം ചേരും. എപ്പോഴും നമ്മോടൊപ്പം രാവിലെ പ്രസന്നവദനയായി എപ്പോഴും ചേരുന്ന, സംസാരിക്കുമ്പോഴും ഒപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുമ്പോഴും ഒക്കെ എപ്പോഴും ചിരിക്കുന്ന നല്ല സന്തോഷവതിയായ നവമി നമ്മോടൊപ്പം ചേരും. നവമി, അത്തം ദിന ആശംസകൾ. നോക്ക് എന്ത് ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടാ നവമി നിൽക്കുന്നത്. അതിന് പറ്റിയ ഡ്രസ്സ്. എങ്ങനെയുണ്ട് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ? വെരി ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് ആര്യ. ഞാൻ പഠിച്ചതെല്ലാം മറന്നിട്ട് എന്താ പറയാൻ വന്നേന്ന്. പഠിത്തമൊന്നുമില്ല, നമുക്കെല്ലാം നാച്ചുറൽ ആയിട്ടൊക്കെ പോയാൽ മതി. അറിയാവുന്ന രാവിലെ ഓർമ്മയുള്ള കാര്യങ്ങൾ മാത്രം. അതെ അതെ, ഇത്രയും എന്തായാലും രാവിലെ മേക്കപ്പ് ഇട്ടത് വേസ്റ്റ് ആയില്ല. ശരി, പറഞ്ഞോളൂ. വെരി ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് ആര്യ. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തറയാണ്. നമുക്കറിയാം, കേരളത്തിലെ തന്നെ നമ്മുടെ വലിയൊരു ആഘോഷം, 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം, അതിനെ വിളിച്ചോതുന്നതിന് വേണ്ടി ഇന്നത്തെ അത്തച്ചമയം. അങ്ങനെ അത്തച്ചമയത്തിനു വേണ്ടി ഈ തൃപ്പൂണിത്തറ ഒരുങ്ങിക്കഴിഞ്ഞു, നഗർ ഒരുങ്ങിക്കഴിഞ്ഞു. 9 മണിയോടുകൂടി, ഏകദേശം ഒരു 8:30 മണിയോടുകൂടി സ്പീക്കർ ഷംസീർ ആയിരിക്കും ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തുക. ഒപ്പം മന്ത്രി പി രാജീവ്, മറ്റ് മന്ത്രിമാരുമൊക്കെ ഈ സ്ഥലത്തെത്തും. അതോടുകൂടി നമ്മുടെ 10 ദിവസത്തെ ഓണാഘോഷത്തിന് തുടക്കമാകും. നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന, ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഈ തിരുവോണം ഉണ്ണുക അല്ലെങ്കിൽ ഉത്രാട പാച്ചിലൊക്കെ. അപ്പൊ എന്തായാലും അതിനുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടനമാണ് ഇന്ന് ഏകദേശം 9 മണിയോടുകൂടി ഈ തൃപ്പൂണിത്തറ അത്തനഗറിൽ നിന്ന് ആരംഭിക്കുക. എനിക്ക് ചുറ്റും കാണാം, ഇന്ന് നമ്മൾ ഏകദേശം തൃപ്പൂണിത്തറ നഗരത്തിൽ ഏകദേശം 57ഓളം പ്രകടനങ്ങളും ഒപ്പം തന്നെ ഫ്ലോട്ടുകളും നിശ്ചല ദൃശ്യങ്ങളും അടക്കം നിരവധി കലാപരിപാടികളാണ് ഇന്നുള്ളത്. പുലികളിക്കുള്ള പുലിച്ചേട്ടന്മാരൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, സന്തോഷം? അത്തം ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഔദ്യോഗികമായിട്ട് ഓണം തുടങ്ങുകയാണെന്ന്. അതാണ് ഇത്
എല്ലാ വർഷവും ചേട്ടൻ വരാറുണ്ടോ? ഉണ്ട്. ഇത്തവണത്തെ എന്താ പ്രത്യേകത വല്ലതും ഉണ്ടോ, അതോ എല്ലാ തവണത്തെ പോലെ അല്ല ഉണ്ട്. പ്രത്യേകത ഉണ്ട്? എന്താ പ്രത്യേകത? എന്താ പറയുന്നത്, നമ്മള് വേഷത്തിൽ ഓരോ പ്രത്യേകതകൾ വരയ്ക്കാൻ നോക്കും. ചിലർ വായ്പത് കണ്ടോ, ഇത് വായ തുറന്ന് ചിലർ വായ അടച്ച് അങ്ങനെ ഓരോ പ്രത്യേകതകൾ കൊണ്ടുവരാൻ നോക്കും വരയ്ക്കുമ്പോൾ. വാ അടച്ച പുലി വാ തുറക്കുന്ന പുലി. അപ്പൊ ഭീകരത കൂടുതൽ കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ഓരോ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ചേട്ടാ, എന്റെ ഒരു സംശയം ചോദിക്കട്ടെ, ഈ പുലിയുടെ ഹൈലൈറ്റ് വയറാണല്ലോ, അപ്പൊ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ വയർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്. പക്ഷെ അവര് ഈ ഓണത്തിന് വേണ്ടിട്ട് ഇതിനെ വയറ് വലുതാക്കാൻ നോക്കും. കാരണം ഭക്ഷണം ഫുഡൊക്കെ നന്നായി കഴിച്ച്, കാരണം ഇത് നാലോണത്തിന് ഇതിന് ഭയങ്കര പ്രത്യേകതയാണ് തൃശ്ശൂര്. കാരണം ഇതൊരു മത്സരമാണ് ഞങ്ങൾക്ക് അവിടെ തൃശ്ശൂര്. അപ്പൊ ഞങ്ങൾ അതിനനുസരിച്ചിട്ട് ഇതിന് ആൾക്കാരൊക്കെ നല്ല സൈസാക്കിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യും. എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. ഞാനിപ്പോ 2ാമത്തെ വർഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ കൂടുതൽ തൃശ്ശൂരാണ് വർക്ക് ചെയ്യാറ്. ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. എത്ര വെറൈറ്റി പുലികളുണ്ട് ഇതിപ്പോ ഞങ്ങൾ ശരിക്കും 20 വേഷമാണ് വരച്ചിട്ടുള്ളത്. അതിലിപ്പോ ഈ 5 കളർ വേഷങ്ങളുണ്ട്, ഫ്ലോറസന്റ് കളർ വേഷങ്ങൾ. പിന്നെ സാധാരണ മഞ്ഞ വരയൻ, പുള്ളി അങ്ങനെയുള്ള വേഷങ്ങളാണ്. രഞ്ജിത്ത്, നമുക്ക് ഈ ഓരോ വ്യത്യസ്ത പുലികളെ കാണാട്ടോ. ഓരോരുത്തർക്കും ഓരോ കളറുകളാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരേക്കും കാണാത്ത ഒരു പുലി ഈ ഫ്ലൂറസന്റ് കളറിലുള്ളതായിരിക്കും. ചേട്ടാ, വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പുലി ആയിട്ടുണ്ടല്ലോ. വെറൈറ്റിയാണ് ഇപ്രാവശ്യം എല്ലാം വെറൈറ്റിയാണ്. ഈ കളർ പിടിക്കാനുള്ള കാര്യം ഇത് വെറൈറ്റി തന്നെ. ഞാൻ ആകാംക്ഷ കൂടും ആൾക്കാരുടെ ഇടയിൽ ജീവി കളറ്. എത്ര വർഷമായി ഇങ്ങനെ പുലി കളിക്കാൻ തുടങ്ങി? ഇപ്പൊ 14 കൊല്ലായി. ഇവിടെ എല്ലാ വർഷവും ഇല്ല, ഇവിടെ ആദ്യമായിട്ടാണ്. ഇവിടെ ആദ്യമായിട്ടാണ് എല്ലാ വർഷവും തൃശ്ശൂരാണ്. അതെ, ഇന്നലെ വന്നു. ഇന്നലെ ഒരു 12:30-1 മണിയായപ്പോ ഇവിടെ എത്തി. ഈ വേഷത്തിൽ ആദ്യമായിട്ടാണോ? ഇതിനു മുൻപ് കഴിഞ്ഞ വർഷമൊക്കെ ഈ കളറ് ഈ കളർ ആദ്യമായിട്ടാ. നാടൻ വേഷവും പിന്നെ ഫ്ലൂറസന്റ് തന്നെ വയലറ്റ് കളർ അങ്ങനത്തെ കളറൊക്കെ അടിച്ചിട്ടുള്ളത്. വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ കളറ് തെരഞ്ഞെടുത്തത്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. അതായത് രഞ്ജിത്ത്, നമ്മൾ ഇതുവരേക്കും കാണാത്ത ഒരു ഫ്ലൂറസന്റ് കളറിലുള്ള പുലിയുണ്ട്. ഒപ്പം വേറെ എല്ലാ കളറിലുള്ള നമ്മൾ കാണാത്ത രീതിയിലുള്ള പുലികളെല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ 3 പുലിച്ചേട്ടന്മാര് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഭയങ്കര ഹാപ്പി ആണല്ലോ. ഹാപ്പിയാണ്. എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ? ഞാൻ ഒരു വട്ടത്തുള്ളൂ. ഇന്ന് ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പുലി ഏതാ ഇതിലിപ്പോ? വരയുണ്ട്, ഉണുപ്പുണ്ട്. ഇത് മൊത്തം കഴിഞ്ഞാ ഇനി ബാക്കി വരയുണ്ട്. എന്താ ചേട്ടന്റെ പേരെന്താ? രാഹുൽ. ആദ്യമായിട്ടാണോ? അല്ല, എല്ലാ വർഷവും ഇവിടെ 5 വർഷം. 5 വർഷമായിട്ട് ഉണ്ട്. ഇത് എത്ര മണിക്കൂർ എടുക്കും ഇത് വരച്ചു തീർക്കാൻ? ഇതൊരു 4 മണിക്കൂർ 5 മണിക്കൂർ ഇങ്ങനെ നിക്കണം അല്ലേ? 4 മണിക്കൂർ. അപ്പൊ ഇത് കഴുകി കളയാനൊക്കെ ഒത്തിരി സമയം എടുക്കില്ലേ? ഇത് കഴുകി കളയാൻ ഏകദേശം 1 മണിക്കൂർ, അല്ല 1 മണിക്കൂറൊക്കെ എടുക്കും. ഡീസൽ ഉപയോഗിച്ച് കഴുകണം. അപ്പോ അത് പോവുള്ളൂ. ഈ വയർ എങ്ങനെയാ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇത് ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇതിനോടുള്ള ഒരു ക്രൈസ് വന്നു. പിന്നെ അച്ഛനായിരുന്നു ആദ്യമായിട്ട് ഈ പുലിക്കളിയിലേക്ക്. അപ്പോ അച്ഛനാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. ബട്ട് ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ക്രൈസിങ് വന്നു. അങ്ങനെ പിന്നെ നമുക്ക് ഇതിനോടുള്ള ഒരു ക്രൈസ് വന്ന് നമ്മൾ തൃശ്ശൂര് 4 ഓണത്തിന് പുലിയായി ഇറങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ അത് കഴിഞ്ഞ പിന്നെ കുറെ പുറത്തേക്ക് പോകാൻ ഉള്ള അവസരങ്ങളും എല്ലാം ഉണ്ടായി. അതുകൊണ്ട് ഇത് വന്നുകൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ, കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റി. പിന്നെ നമുക്കിങ്ങനെ ഇതിനോടുള്ളൊരു ഇൻട്രസ്റ്റ്, ആ പുലിക്കൊട്ടും ആ ചുവട് വെപ്പും നമുക്കപ്പം അതിനോടുള്ളൊരു ഹരം ഉണ്ടാവാണ്. അച്ഛൻ തന്നെയാണ് ഇതെല്ലാം പഠിപ്പിച്ചത്. അച്ഛൻ ഇങ്ങനെ പോണ കണ്ടപ്പോ നമുക്കതിനോടുള്ളൊരു ഇത് വന്നു. അച്ഛനായിരുന്നു ആദ്യം പോണ്ടായിരുന്നത്. അപ്പോ അച്ഛൻ ഒരു തവണ ഇങ്ങനെ സ്കൂളിൽ ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ അവിടുന്നാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങാനുള്ള ഇൻട്രസ്റ്റ് വന്നത്. ടീച്ചർമാരായിരുന്നു ഇതിലേക്ക് നമ്മൾ പറഞ്ഞ്. അങ്ങനെ പിന്നെ മത്സരത്തിന് തൃശ്ശൂര് 4 ഓണത്തിന് ആദ്യമായി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് വേഷപ്പെട്ടു. ഒരു 12-13 വർഷമായിട്ട് ഇപ്പൊ 22 വയസ്സായി. അപ്പൊ നമ്മളിപ്പോഴും ഇതില് ഇങ്ങനെ
ഇതായി ഇരിക്കുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇഷ്ടാണ്. പിന്നെ പ്രത്യേകിച്ച് വേറെ പിന്നെ ഇത് ഒരു ഇൻട്രസ്റ്റ് ആയി ഇതിനോട്. അപ്പൊ നമ്മളിപ്പോ എവിടെ പരിപാടി ഉണ്ടെങ്കിലും നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഇതായി അത്തച്ചമയത്തിനിപ്പോ 5 വർഷമായിട്ട് ഇപ്പോ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ തിരുവനന്തപുരം നമ്മള് 5 ഓണത്തിന്റെ അന്നും അങ്ങനെ പോവാറുണ്ട്. ഈ വയനാടിന്റെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇതൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നല്ലോ, തൃശൂർ പൂരത്തിലായാൽ പോലും പുലികളി ഉണ്ടാകുമോ എന്നൊക്കെ. അത് ചെറിയ വിഷമം ഉണ്ടാക്കിയപ്പോ നമുക്ക് അതിനോടൊരു പേടിയുണ്ടായിരുന്നു, ഇത് നടക്കുമോ, പിന്നെ തൃശ്ശൂർ പുലിക്കളി നടക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ നമ്മള് അത് മറികടന്ന് നമ്മൾ നടത്താനുള്ള എല്ലാ തീരുമാനങ്ങളും നമ്മൾ ചെയ്ത് കോർപ്പറേഷനിലും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ പുലിക്കളി നടത്താനുള്ള ഓർഡർ കിട്ടിയതുകൊണ്ട് നമ്മുടെ പുലികൾക്കൊന്നും ഇതില്ലാത്തതില്, അതായത് ഒരു എന്താ പറയാ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഗവൺമെന്റ് ചെയ്യാനായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ അങ്ങനെയുള്ള ചെയ്തു തന്നെ ഗവൺമെന്റിനോട് ഒരുപാട് നന്ദി. അപ്പോ എല്ലാ വർഷവും വരും. പിന്നെ ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത് വിയൂര് സെന്റർ. നിങ്ങളുടെ ടീമിൽ എത്ര പേരുണ്ട്? ഞങ്ങളുടെ ടീമിൽ 51 പേരാണ്. എന്നത് വിയൂര് സെന്റർ എന്ന് പറയുന്ന 4 ഓണത്തിന് മത്സരത്തിന് ഇറങ്ങുന്ന ടീമാണ്. അവരുടെ ഇതാണ് ഉള്ളത്. അങ്ങനെ ആര്യ രഞ്ജിത്ത് ഇത് വർഷങ്ങളായി പുലി കളിക്കുന്ന ഒരു പയ്യനാണ്. അത് അത്രയും ക്രൈസ് തന്റെ അച്ഛൻ പുലി കളിക്കുന്നുണ്ടായിരുന്നു. അതുവഴി ആ ഒരു അച്ഛൻ കളിക്കുന്നത് കണ്ടിട്ടുള്ള ഒരു രസം കൊണ്ട് ഇതിലേക്ക് വന്നതാണ്. പിന്നീട് ഇതിൽ നിന്നും വിട്ടുപോയിട്ടില്ല. എല്ലാ വർഷവും ഇങ്ങനെ 5 വർഷമായി ഇവിടെ തൃപ്പൂണിത്തറ വരുന്നു. ഒപ്പം തൃശ്ശൂരിൽ ഒക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ എല്ലാവരും ഇവിടെ പുലികളി മാത്രമല്ല, ഓരോ ഏകദേശം 52ഓളം കലാപരിപാടികൾ ഉണ്ട്. അതിൽ കേരളത്തിന്റെ തന്നെ ഒരു തനത് കലാരൂപങ്ങളെല്ലാം കൂടി ചേർത്ത് ഇണക്കിക്കൊണ്ടുള്ള ഒരു 52 കലാരൂപങ്ങളുണ്ട്. ഒപ്പം ഈ പുലികൾക്ക് വയറാണ് പ്രധാനം. വയറെങ്ങനെങ്കിലും കുറയ്ക്കാനുള്ള ആലോചിച്ച് അതിലുള്ള പല പണി നടത്തുമ്പോ അവർ വയറ് കൂട്ടുകയാണ്. രാജേട്ടൻ പറഞ്ഞ കേട്ടില്ലേ, എനിക്ക് ആ വയറുള്ളത് കൊണ്ട് മാത്രം എത്ര സ്ഥലങ്ങളിലാണ് പരിപാടി അവതരിപ്പിക്കാൻ പോകാൻ പറ്റിയത്, വിദേശ രാജ്യങ്ങളിൽ അടക്കം പോവാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ വയറ് കൂടുന്ന ആളാണ് ഏറ്റവും നല്ല പുലി. അതെ 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 അങ്ങനെയാണ്. കാരണം വരച്ചൊക്കെ വെക്കുമ്പോ അവരെ ഡാൻസ് കളിക്കുമ്പോ അതിന്റെ ആ ഒരു ഭംഗി കാണാനും കാണാൻ പറ്റും. നല്ലപോലെ കുലുങ്ങും, വയറ് കുലുങ്ങിയുള്ള ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ നവമി കാണിച്ചു എന്തോരം വെറൈറ്റി പുലികളാണുള്ളത്. വാ അടച്ചു വെച്ച പുലിയെ വരച്ചിട്ടുണ്ട്, തുറന്നു വെച്ചുണ്ട്, ഫ്ലൂറസെന്റ് ഉണ്ട്. അങ്ങനെ എത്ര ഗംഭീര കാഴ്ചകളാണ് അല്ലേ രഞ്ജിത്ത്? നവമി എപ്പോഴേക്കാണ് നമുക്ക് ഈ പുലികളുടെ ഒരു പുലിക്കളി ഉണ്ടല്ലോ അത് കാണാനാകുക? എത്ര മണിക്ക് അതൊക്കെ ആരംഭിക്കും? ഇത്തവണ ഈ വയനാടിന്റെ ഒരു പശ്ചാത്തലമുണ്ട് എങ്കിൽ കൂടി ഗംഭീരമായി തന്നെ ആയിരിക്കുമല്ലോ അല്ലേ പരിപാടികളെല്ലാം? അതെ രഞ്ജിത്ത്, തുടക്ക സമയത്ത് ഈ വയനാടിന്റെ ഒരു നമുക്കറിയാം, വയനാടിന്റെ ഒരു സാഹചര്യം, ആ ഒരു ദുഃഖത്തിൽ നമ്മളും പങ്കുചേരണം. അതുകൊണ്ട് ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കാമെന്ന് തുടക്കത്തിൽ കോർപ്പറേഷനൊക്കെ വ്യക്തമാക്കിയിരുന്നു. പക്ഷെ പിന്നീട് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് വയനാട്ടിലേക്ക് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെയാണ് പിന്നെ അത്തച്ചമയം എല്ലാ വർഷത്തെയും പോലെ അതിഗംഭീരമായി ഇത്തവണയും ആഘോഷിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. ഏകദേശം 8:30 മണിയോടുകൂടി മന്ത്രി സ്പീക്കർ എം ഷംസീർ ഇവിടെ എത്തും. അദ്ദേഹമാണ് പതാക ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് മന്ത്രി പി രാജീവും മറ്റ് വകുപ്പ് മന്ത്രിമാരും ഒക്കെ ഇവിടെ എത്തുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷമായിരിക്കും. അതിനുശേഷം ഓരോ കലാരൂപങ്ങളായി നമ്മുടെ തൃപ്പൂണിത്തറയുടെ നഗരികളിലേക്ക് ഇറങ്ങിത്തുടങ്ങും. ഏകദേശം 52ഓളം കലാരൂപങ്ങളുണ്ട്. അതിൽ മലയാളത്തിന്റെ, നമ്മുടെ കേരളത്തിന്റെ ഒക്കെ തനിമ വിളിച്ചോതുന്ന രീതിയിലുള്ള കലാരൂപങ്ങളുണ്ട്. അതോടൊപ്പം 12 നിശ്ചല ദൃശ്യങ്ങളുമുണ്ട്. അതായത് ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയിട്ടുള്ള നിശ്ചലമായിട്ടുള്ള ഫ്ലോട്ടുകളും ഇവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒപ്പം തന്നെ വാദ്യമേളങ്ങൾ, ചെണ്ടമേളങ്ങൾ ഉണ്ടാകും, പഞ്ചാരിമേളം, അങ്ങനെ എല്ലാ വിധത്തിലുള്ള മേളങ്ങൾ ഉണ്ടാകും. ഇത് ഇപ്പോൾ കാണുന്നത് ഈ പടയണിയുടെ അവസാനം, നമുക്കറിയാം പടയണി തലയിൽ വെക്കുന്ന ആ വ്യക്തി ഇവിടെ തലയിൽ ഉണ്ടാകുന്നതാണ്. അതിന്റെ ഏകദേശം ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. ഏകദേശമൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെ വെച്ചിട്ടാണ് ഇവര്
ഈ തൃപ്പൂണിത്തറ നഗരിയിലേക്ക് ഇറങ്ങുക. ഇത് ഏകദേശം 9 മണിക്ക് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. സാധാരണ 2 മണിയോടുകൂടിയൊക്കെ തിരിച്ച് അമ്പലം പൂർണ്ണത്രയീശ്വരി അമ്പലം ചുറ്റി തിരിച്ച് എത്തേണ്ടതാണ്, ഈ ഗ്രൗണ്ടിൽ തന്നെ എത്തേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒത്തിരി താമസിച്ചു, ഏകദേശം 2 മണിക്കൂർ വൈകിയാണ് അവസാനമായി ഈ ഗ്രൗണ്ടിലേക്ക് എത്തിയത്. അതിന് കാരണം നമുക്കറിയാം, ആളുകളൊക്കെ ഈ തൃപ്പൂണിത്തറക്കാർ മാത്രമല്ല, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ആൾക്കാർ ഈ ഒരു ദിവസം തൃപ്പൂണിത്തറയിലേക്ക് എത്താൻ കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് അവരിവിടെ എത്തുന്ന സമയത്ത് അവര് ഒക്കെ ഈ ഭാഗത്തൊക്കെ ഇത് കാണാൻ കാത്തു നിൽക്കും. അതുകൊണ്ട് വളരെ വൈകിയാണ് എല്ലാ വർഷവും തിരിച്ച് ഇവിടെ എത്തിച്ചേരുന്നത്. നമുക്കറിയാം, റോഡ് പൂർണ്ണമായും ഗതാഗത നിയന്ത്രണമുണ്ട്. പലയിടങ്ങളിലും ഒക്കെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. വടക്കേക്കോട്ട, തൃപ്പൂണിത്തറ, SN കോളേജ് ആ ഭാഗങ്ങളെല്ലാം തന്നെ ബാരിക്കേഡ് വെച്ച് മറച്ചിട്ടുണ്ട്. അതിന് പുറകിൽ നിന്ന് മാത്രമേ ആളുകൾക്ക് ഇത് വീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് അത്തച്ചമയത്തിന്റെ പ്രാധാന്യം. ഏതായാലും ഇനിയുള്ള 10 ദിവസം നമുക്ക് ഓണാഘോഷത്തിന് സന്തോഷത്തിന്റെ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ, നല്ല നല്ല കാഴ്ചകളുടെ, മനസ്സിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളുടെ നാളുകളാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഈ ഓണം പർച്ചേസിംഗ് കഴിഞ്ഞോ? അതെ, ഞാൻ കഴിഞ്ഞു ഓണം പർച്ചേസ്. എന്തൊക്കെ വാങ്ങി? വീട്ടിലെല്ലാവർക്കും ഡ്രസ്സ് വാങ്ങുക, അതൊരു ശീലമാണല്ലോ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ കൊണ്ട് നാട്ടിലേക്ക് പോണം. എങ്ങനെയുണ്ടായിരുന്നു പർച്ചേസിംഗ്? കുഴപ്പമില്ലായിരുന്നു, നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ കടകളിലും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ തുടങ്ങിയില്ല. അവര് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരും അല്ലേ? ഇവിടെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഒരുപാട് കാണാൻ നല്ല കാഴ്ചകൾ കൂടിയുണ്ട്. എക്സിബിഷൻ ഇല്ല, നമ്മുടെ ഈ തൊട്ടടുത്ത എക്സിബിഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഓണാഘോഷം ലൈറ്റ് കാണാനായിട്ട് നല്ല ലൈറ്റിംഗും മറ്റും രാത്രിയിലുണ്ടാവും. അതൊന്നും ഇല്ല. ഈ ഒരു വയനാടിന്റെ പശ്ചാത്തലത്തിലാണ് അത് ഒഴിവാക്കിയത്. പക്ഷെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ അത്തച്ചമയും പുലിക്കളിയും ഒക്കെ എന്തിനാ നടത്തുന്നത് എന്നുള്ളത്. പക്ഷെ നവമി സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വ്യാപാരികൾ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി അതാണ്. കാരണം അവർക്ക് ജീവനോപാധി 10 ദിവസമാണ് അവരുടെ കച്ചവടം. പക്ഷേ കച്ചവട സ്ഥാപനങ്ങളിൽ തിരക്കിന് കുറവൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ സിറ്റി കൂടെ പോയപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഈ വസ്ത്ര വ്യാപാരശാലകളിലാണ്. ആൾക്കാർക്ക് കയറാൻ പറ്റാത്തതുപോലെ തിരക്കാണ് അവിടെ. എന്തായാലും നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നവമിയിലേക്കും അത്തച്ചമയ കാഴ്ചകളിലേക്ക് നമുക്ക് മടങ്ങി എത്താം. അതിനു മുമ്പ് ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി ഒന്ന് നോക്കി പോകാം അല്ലേ? രാഷ്ട്രീയമായ ചില വാർത്തകൾ കൂടിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പാലക്കാട് നിന്നാണ്. നമുക്കറിയാം, PK ശശി എന്ന പാലക്കാട്ടെ CPM-ന്റെ അതികായൻ, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഏതാണ്ട് പുറത്തേക്കാണ് എന്നാണ് പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ വരുന്നത്. പാലക്കാട്ട് ഈ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും PK ശശിയെ മാറ്റണമെന്ന ആവശ്യം അംഗീകരിച്ചാൽ CPM വിടുമെന്ന് സൂചന നൽകി PK ശശി. ശശിയെ KTDC ചെയർമാൻ സ്ഥാനത്തു നിന്നും CITU ജില്ലാ അധ്യക്ഷ പദവിയിൽ നിന്നും നീക്കണമെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാന സമിതിയുടെ പരിഗണനയിലാണ് ഈ ആവശ്യമുള്ളത്. വിവിധ ആരോപണങ്ങളെ തുടർന്ന് നേരത്തെ PK ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. S വിനേഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നമുക്ക് വാർത്തയിലേക്ക് ഒന്ന് പോകാം. വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്കാണ് പാലക്കാട്ടെ CPM സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ് ആ വാർത്തയിലേക്ക്. സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുമെന്ന സാഹചര്യത്തിലാണ് ശശി കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങുന്നത്. പാർട്ടി വിടാനാണ് PK ശശിയുടെ ആലോചന. ഫണ്ട് ക്രമക്കേടുകളടക്കം ഗുരുതര ആരോപണങ്ങളെ തുടർന്നാണ് ശശിക്കെതിരെ പാർട്ടി നടപടിയെടുത്തത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ശശിയെ പാർട്ടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. പക്ഷേ ഇവിടെ കൊണ്ടും അവസാനിക്കില്ല. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കണമെന്ന കടുത്ത നിലപാടിലാണ് പാലക്കാട്ടെ പാർട്ടി. CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം നൽകിയ ശുപാർശ സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പാകെയുണ്ട്. ഇനി സംഘടനാ നടപടി ഉണ്ടായാൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് ശശിയെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു. CPM-ൽ തുടരേണ്ടെന്ന തീരുമാനത്തിലേക്കെത്തും. മണ്ണാർക്കാട് സഹകരണ കോളേജിന്റെ ഫണ്ട് ശേഖരണം, വിഭാഗീയത, ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ടിലെ ക്രമക്കേട് എന്നീ ആരോപണങ്ങളാണ് ശശിക്കെതിരെ പാർട്ടിയിൽ ഉയർന്നിട്ടുള്ളത്. പാർട്ടി കൈവിട്ടതോടെ PK ശശി CPM-ൽ ഏറെക്കുറെ ഒറ്റപ്പെട്ടു കഴിഞ്ഞു. DYFI വനിതാ നേതാവിനോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ PK ശശിയെ പാർട്ടി നേരത്തെ സംരക്ഷിച്ചിരുന്നു. S വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. വിനേഷ് കുമാർ തന്നെ വിവരങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, PK ശശി വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നു. പക്ഷേ പാർട്ടി അത്തരമൊരു കടുത്ത തീരുമാനമെടുത്താൽ ശശിയും ശശിക്കൊപ്പമുള്ളവരും എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന.
രഞ്ജിത്ത്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ചാണെങ്കിൽ PK ശശി പാർട്ടി വിടാനുള്ള ഒരു ആലോചനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്നലെ രാത്രിയും അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളുമായി അദ്ദേഹം കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. ഇന്നും ഇത് സംബന്ധിച്ചുള്ള യോഗം ഉണ്ടാവും, രഹസ്യ യോഗങ്ങളും മറ്റും ഉണ്ടാവും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മണ്ണാർക്കാട് ബെൽറ്റിൽ ശശിക്ക് സ്വാധീനമുള്ള സ്ഥലമുണ്ട്. ഇവിടെ പാർട്ടിയിലെ ഒരു വിഭാഗം എന്തായാലും ശശിക്കൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ജില്ലയിലെ തന്നെ ഏറ്റവും കരുത്തനായ നേതാവ് കൂടിയാണ് PK ശശി. കാരണം പാർട്ടിയിൽ ഒരു കാലത്ത് പാർട്ടിക്കുള്ള ഫണ്ട് കണ്ടെത്തുന്ന ഒരു പ്രധാന ഫണ്ട് റൈസർ എന്നുള്ള രീതിയിലും പിണറായിക്ക് ഉൾപ്പെടെ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ വേണ്ടപ്പെട്ട ആളായിരുന്നു ശശി. പക്ഷേ ആ DYFI നേതാവിന് നേരെ ഉണ്ടായിരിക്കുന്ന ആ ലൈംഗിക അതിക്രമ പരാതിക്ക് പിന്നാലെ ശശിയെ സംബന്ധിച്ചിടത്തോളം വീഴ്ചകളുടെ കാലമാണ്. അതിനുശേഷമാണ് അതിനുശേഷം ആ സമയത്തും AK ബാലൻ ഉൾപ്പെടെ അടങ്ങുന്ന കമ്മിറ്റി, അതായത് AK ബാലനും ശ്രീമതി ഉൾപ്പെടെ അടങ്ങുന്ന കമ്മിറ്റി ശശിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ശശി സംരക്ഷിക്കുകയും പാർട്ടി ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിലെത്തിയപ്പോഴത്തേക്ക് കാര്യങ്ങൾ തകിടം മറിഞ്ഞിരിക്കുന്നു. എന്തായാലും ശശിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് ഏറെയാണ്. കാരണം ശശിയെ പാർട്ടി ബ്രാഞ്ചിലേക്കാണ് തരം താഴ്ത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന്, ചെയർമാൻഷിപ്പിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള ഒരു ആവശ്യം കൂടി പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ നിലവിൽ CITUവിൻ്റെ ജില്ലാ അധ്യക്ഷനാണ്, ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണം എന്നുള്ള കാര്യമാണ്. ഈ രണ്ട് കാര്യവും CPMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പരിഗണനയിലുള്ളത്. വരും ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച് CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത പരിപാടിയിലായിരുന്നു, അതായത് ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിലാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സ്വാഭാവികമായും ശശിക്കെതിരെ നടപടിയുണ്ട്. ശശിയെ KTDC ചെയർമാൻഷിപ്പിൽ നിന്നും, അതുപോലെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും, അതുപോലെ തന്നെ ഈ CITU ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരികയാണെങ്കിൽ പാർട്ടി വിടുക എന്നുള്ള രീതിയിലേക്ക് ഒരു തീരുമാനത്തിലേക്കായിരിക്കും ശശിയും കൂട്ടരും പോവുക. എന്തായാലും എങ്ങോട്ടാണ് പോകുന്നത്, UDFിലേക്കാണോ BJPയിലേക്കാണോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും പാർട്ടി വിടുക എന്നുള്ള ഒരു സൂചന മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഒരുപക്ഷേ അങ്ങനെ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ പാർട്ടി വിടുക എന്നുള്ളൊരു പ്രചാരണം ഇറക്കി പാർട്ടിയിൽ സമ്മർദ്ദം ചെലുത്തുകയാണോ ലക്ഷ്യം, അല്ലെങ്കിൽ പാർട്ടി വിടാൻ തന്നെയാണോ അദ്ദേഹം തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ശശി ഇന്നിപ്പോൾ ഇവിടെയുണ്ട്, ജില്ലയിലുണ്ട്. എന്തായാലും ഇന്ന് ശശിയും അനുയായികളും ഇത് സംബന്ധിച്ചുള്ള ഒരു ശശിക്കൊപ്പമുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ഒരു വലിയ സ്ട്രെങ്ത് ഇപ്പോൾ ഉണ്ടോ വിനേഷ്? കാരണം പാർട്ടി ശക്തമായ തീരുമാനമെടുക്കാൻ ഒരുങ്ങുന്നു. പാർട്ടിയിൽ നിന്ന് വലിയൊരു വിഭാഗത്തിന്റെ എതിർപ്പ് ശശിയുമായി ബന്ധപ്പെട്ടുണ്ട്. മറ്റ് ഒരുപാട് അദ്ദേഹത്തിന്റെ കോളേജുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുടെ വിഷയങ്ങളുണ്ട്. അങ്ങനെ അനവധി പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഒരു വലിയ വിഭാഗം ശശിക്കൊപ്പമുണ്ട് എന്നുള്ള ധാരണയുണ്ടോ ഇപ്പോൾ? ശശിക്ക് ജില്ലയിലെ ഉന്നത നേതാക്കളൊന്നും ശശിക്കൊപ്പം എന്തായാലും നിൽക്കില്ല. പക്ഷേ ശശിയെ സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാട് ബെൽറ്റ് നമുക്കറിയാം. മണ്ണാർക്കാട് ബെൽറ്റിൽ ശശിക്ക് വ്യക്തമായ സ്വാധീനമുണ്ട്. അവിടുത്തെ ബ്രാഞ്ചിലായാലും പാർട്ടി ബ്രാഞ്ചിലായാലും ഏരിയ കമ്മിറ്റിയിലായാലും അവിടുത്തെ ലോക്കൽ കമ്മിറ്റികളിലെല്ലാം തന്നെ ശശിക്ക് കൃത്യമായ സ്വാധീനമുള്ള സ്ഥലമാണ്. നമുക്കറിയാം MB രാജേഷ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ MB രാജേഷിനെ പരാജയപ്പെടുത്തിയതിൻ്റെ പിന്നിൽ PK ശശിയാണെന്നുള്ള ആരോപണം അന്നേ ഉയർന്നിരുന്നു. ശശിയെ അന്ന് തന്നെ ഇത് സംബന്ധിച്ച് പാർട്ടി ഉന്നം വെച്ചതാണ്. കാരണം ഈ ലൈംഗിക പീഡന പരാതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ശശിക്കെതിരെ നീങ്ങിയത് MB രാജേഷും അതുപോലെ തന്നെ അയാളുടെ ഭാര്യ സഹോദരനായ നിതിൻ ഗണിച്ചേരി ഉൾപ്പെടെയുള്ളവരാണ്, പാലക്കാട്ടെ CPM നേതാക്കൾ. ഇതിൽ ഈ ഒരു സംഭവം കത്തി നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. ഇത്തവണയല്ല, കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MB രാജേഷിനെതിരെ ഈ ശശി നീക്കങ്ങൾ നടത്തുകയും MB രാജേഷിന്റെ പരാജയത്തിന് പ്രധാന കാരണം ശശിയുടെ നീക്കങ്ങളാണ് എന്ന് അന്ന് തന്നെ വിലയിരുത്തപ്പെട്ടതാണ്. അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് അന്ന് തന്നെ വലിയ രീതിയിൽ ചർച്ചയുണ്ടായതാണ്. സ്വാഭാവികമായും ശശിക്ക് അവിടെ വലിയ സ്വാധീനമുള്ള ചില ബെൽറ്റുകളുണ്ട്. കാരണം ശശി എത്രയോ കാലങ്ങളായി പാർട്ടിയിലുള്ള ആളാണ്, പാർട്ടിയിൽ വലിയ സ്വാധീനമുണ്ട്. അങ്ങനെ ശശി സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ശശിക്കൊപ്പം നിൽക്കുന്ന കുറച്ച് പേരെങ്കിലും അവിടെ ഉണ്ട്. അതുകൊണ്ട് അവരുമായാണ് ഇപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള യോഗങ്ങളിലും ഇത്തരത്തിലുള്ള ചർച്ചകളും നടത്താൻ ശശി തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അന്തിമ തീരുമാനം ഉടനെ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയിലും ഇത് സംബന്ധിച്ച് PK ശശിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട പല ആളുകളുടെയും ഫോണുകളെല്ലാം തന്നെ ഇന്നലെ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. കാരണം ഇന്നലെ രാത്രിയും ഇത് സംബന്ധിച്ചുള്ള ഏതോ ചർച്ചകളോ യോഗങ്ങളോ മറ്റോ ഉണ്ടായിരുന്നോ എന്നുള്ള സംശയമുണ്ട്. ഇന്ന് ഇത് സംബന്ധിച്ച് അനുയായികളുമായി അല്ലെങ്കിൽ ശശിക്ക് വേണ്ടപ്പെട്ട ആളുകളുണ്ട്, ശശിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്,
നേതാക്കളുണ്ട്. അവരുമായി ഇന്നും ചർച്ച നടത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും പി കെ ശശിയുടെ നീക്കം പാലക്കാട് രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. പി കെ ശശി ചെറിയ മീനല്ല, പാലക്കാട്ടെ ഏറെ ശക്തനായ നേതാവാണ്. അതുകൊണ്ടാണ് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായ സമയത്തും വലിയ സംരക്ഷണം ഒരുക്കിയിരുന്നു എല്ലാ ഘട്ടത്തിലും പാർട്ടി. പക്ഷെ അവസാനം ഇപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മറുവഴി തേടുകയാണ് ശശി, അല്ലേ? അതാണ് ശശി എങ്ങോട്ട്, ശശിയുടെ രാഷ്ട്രീയ ഭാവി എന്ത് എന്ന കാര്യത്തിലൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. വിനേഷ് കുമാറാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. തനിക്കെതിരായ അന്വേഷണത്തിൽ സർക്കാരിനെയും DGPയെയും മറികടന്ന് വിചിത്ര ഇടപെടലുമായി ADGP MR അജിത് കുമാർ. അന്വേഷണം നടത്തുന്ന സംഘത്തിലെ IGയും DIGയും തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല, ഈ രണ്ട് ഉദ്യോഗസ്ഥരും DGPയെ റിപ്പോർട്ട് ചെയ്താൽ മതിയെന്നും ADGPയുടെ കത്തിൽ പറയുന്നു. വി വിനോദാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അസാധാരണമായ ഒരു സാഹചര്യമാണ്. ഈ വിഷയം അങ്ങനെ അവസാനിക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ വിനോദ്? പോലീസിലെ വലിയ ഒരു റിഫ്റ്റ് ഉണ്ട്. ഈ രണ്ട് ADGPയും DGPയുമായുള്ള വല്ലാത്ത റിഫ്റ്റ് ഉണ്ട്. അവിടെയും ഇപ്പോൾ ADGP നടപടി ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസത്തിൽ കൂടുതൽ ഇടപെടലുകളിലേക്ക് പോകുന്നു എന്നുള്ളത് എവിടെ നിന്നോ ലഭിക്കുന്ന പിന്തുണയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്നുകൂടെ കരുതണം വിനോദ്. രജിത, ആര്യ, നമുക്കിപ്പോൾ ADGPക്ക് അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറയാൻ കഴിയില്ല. കാരണം അന്വേഷണം തുടരുന്നേ ഉള്ളൂ. മുഖ്യമന്ത്രി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അവരുടെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ സുൽദാസിന്റെ സസ്പെൻഷൻ, അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് ഈ സസ്പെൻഷൻ ഉത്തരവ് ഇട്ടത്. അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു നടപടിയിലേക്ക് പോകാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമായിരുന്നു. DIG അജിത ബീഗത്തിന്റെ അന്വേഷണ റിപ്പോർട്ട്, ഇതിൽ സുൽദാസിനെ കുറിച്ച് ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല DGP തന്നെ സുൽദാസിനെ കുറിച്ചുള്ള നേരിട്ട് അന്വേഷണം നടത്തുന്ന നിലയും ഉണ്ടായിരുന്നു. അദ്ദേഹം മലപ്പുറം SP ഓഫീസുമായി ബന്ധപ്പെട്ടാണ്, നേരത്തെ SP ആയിരുന്നു സുൽദാസ് അവിടെ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് DGP സ്വന്തം നിലയിലും നടത്തിയത്. അതിൽ ഈ സുൽദാസിന്റെ യാത്രകളും ബന്ധമുള്ള ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രത്യേക സേവനവും ഉറപ്പാക്കി. ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ സുൽദാസിന്റെ ബന്ധങ്ങൾ, അത് ഈ മണ്ണ് കോറി മാഫിയയുമായി ബന്ധമുണ്ട്, അങ്ങനെയുള്ള ബന്ധമുള്ള ഉദ്യോഗസ്ഥരുമായി അടുപ്പമുണ്ട്, യാത്രകളുടെ പരിശോധനകൾ, ഇതെല്ലാം വിലയിരുത്തിയ ശേഷമാണ് ഈ സസ്പെൻഷനിലേക്ക് പോകുന്നത്. അവിടെയാണ് MR അജിത് കുമാറിലേക്കുള്ള അന്വേഷണം കൂടി ഏത് നിലയ്ക്കാകും എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നത്. കാരണം സുൽദാസും MR അജിത് കുമാറും ഒരുമിച്ച് പ്രവർത്തിച്ചു. സ്വർണം തട്ടിയെടുക്കുന്നതിൽ ഉൾപ്പെടെ ഇവരുടെ പങ്കാളിത്തമുണ്ട്. ഇവർ ഒരുമിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നതെന്ന ആരോപണമാണ് PV അൻവർ ഉയർത്തുന്നത്. MR അജിത് കുമാറിന്റെ കത്ത്, അത് DGPക്കാണ് കത്ത് നൽകിയിട്ടുള്ളത്. അതിൽ പറയുന്നത് IGയും DIGയും, അതായത് ഈ അന്വേഷണ സംഘത്തിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരാണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആയ സർജൻ കുമാർ, അതോടൊപ്പം തന്നെ തൃശൂർ റേഞ്ച് DIG, രണ്ട് ഉദ്യോഗസ്ഥർ ഈ അന്വേഷണ സംഘത്തിലുണ്ട്. ഈ രണ്ട് ഉദ്യോഗസ്ഥരും തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന കാര്യമാണ്. അത് സ്വാഭാവികമായും അങ്ങനെ ഒരു നിലപാട് അജിത് കുമാർ എടുക്കുന്നത്, അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം നടത്തുന്ന സംഘത്തിലെ ഉദ്യോഗസ്ഥർ തനിക്ക് റിപ്പോർട്ട് ചെയ്താൽ സ്വാഭാവികമായും അതിന്റെ പേരിൽ പിന്നീട് ആരോപണം ഉയരാനുള്ള സാധ്യതയുണ്ട്. സ്വതന്ത്രമായ അന്വേഷണം നടക്കട്ടെ എന്നൊരു നിലയിലായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ഒരു കത്ത് MR അജിത് കുമാർ DGPക്ക് നൽകിയത്. ആര്യ, വി വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിനോദ്, ഇതിലൊരു മുഖം രക്ഷിക്കൽ അങ്ങനെ ഒരു സാധ്യത കൂടി ഇല്ലേ? കാരണം നേരത്തെ ഇപ്പോൾ തനിക്കെതിരായുള്ള അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യവുമായിട്ട് ADGP തന്നെ ആദ്യം ഈ വിവാദം വന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഈ വലിയൊരു വിമർശനം ഉയർന്ന ഒരു സാഹചര്യം. ഈ ഹെഡ് മാസ്റ്റർക്കെതിരെയുള്ള അന്വേഷണം നടത്തുന്നത് പിയൂണും ക്ലർക്കുമാണോ? അങ്ങനെയാണോ ഇത് അന്വേഷിക്കേണ്ടത്? ADGPയെ മാറ്റി നിർത്തിയല്ലേ അന്വേഷിക്കേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ കീഴ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നത് ADGPക്ക് മുമ്പിലാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി താൻ പൂർണ്ണമായും ഈ അന്വേഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്ന് കാട്ടി മുഖം രക്ഷിക്കാനുള്ളൊരു നടപടി കൂടിയാകുമോ ഈ കത്ത്? അങ്ങനെ കരുതണമോ ഇതിനെ? സ്വാഭാവികമായും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അജിത് കുമാർ ഇങ്ങനെ കത്ത് നൽകുമ്പോൾ, അല്ലെങ്കിൽ തന്റെ ഭാഗം കൂടി പരിശോധിക്കണമെന്ന് പരാതി നൽകുമ്പോൾ, ഇത്തരമൊരു കത്ത് അദ്ദേഹത്തിന്റെ ഭാഗം കൂടുതൽ ക്ലിയർ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി തന്നെയാണ്, മുഖം രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം തന്റെ കീഴിലുള്ള രണ്ട് ഉദ്യോഗസ്ഥർ നടത്തുന്ന അന്വേഷണം, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൽ തന്റെ കീഴിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരുണ്ട്. അവർ തനിക്ക് തുടർന്ന് ഇങ്ങോട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. അതായത് ദൈനംദിന കാര്യങ്ങൾ, ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട് ലോ ആൻഡ് ഓർഡർ ADGPക്ക് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല റിപ്പോർട്ട് ചെയ്യുന്നത്, മറിച്ച് ദൈനംദിനം പോലീസിന്റേതായ കാര്യങ്ങളുണ്ട്, ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്.
അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പോലും തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല, DGPക്ക് റിപ്പോർട്ട് ചെയ്താൽ മതിയാകും എന്നാണ് അജിത് കുമാർ പറയുന്നത്. അതായത് ഈ അന്വേഷണത്തിലുള്ള ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും തരത്തിൽ താൻ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം പിന്നീട് ഉയരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം മുൻകൂട്ടി തന്നെ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്നതാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയുമാണ്. കാരണം അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നത്, മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ ബന്ധപ്പെടുന്നത് പോലും ആഗ്രഹിക്കുന്നില്ല എന്നൊരു കാര്യം, എന്നൊരു സന്ദേശം MR അജിത് കുമാർ പറയുന്നു. പക്ഷേ PV അൻവറിന്റെ ആരോപണങ്ങൾ അതേപടി നിലനിൽക്കുകയാണ്. സുജിത്ദാസിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. നേരത്തെ പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് സുജിത്ദാസിനെ സ്ഥലം മാറ്റുകയും DGPക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന നിർദ്ദേശവുമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അപ്പാടെ സർക്കാർ തള്ളിക്കളയുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി. MR അജിത് കുമാറിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റണം, സുജിത്ദാസിനെതിരെ നടപടിയെടുക്കണം തുടങ്ങിയ അംശങ്ങളാണ് PV അൻവർ ഉന്നയിച്ചത്. അദ്ദേഹത്തിന് ഈ അന്വേഷണ സംഘത്തിന്റെ കാര്യത്തിൽ തന്നെ ചില അതിർത്തികൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഏതായിരുന്നാലും അന്വേഷണം കഴിയട്ടെ, ആ അന്വേഷണം ശരിയല്ലെങ്കിൽ താൻ കൂടുതൽ ശക്തമായി വരും, പോരാട്ടം തുടരുമെന്നൊക്കെയാണ് അൻവർ വ്യക്തമാക്കിയിരുന്നത്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ സർക്കാർ മുഖവിലക്കെടുത്തിരുന്നു, അല്ലെങ്കിൽ മുഖവിലക്കെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ സുജിത്ദാസിനെതിരെ ചില തെളിവുകൾ ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തീർച്ചയായും ഇന്നലെ അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആര്യ, ആദ്യ വിക്കറ്റ് വീണു എന്നാണ് അൻവറിന്റെ FB പോസ്റ്റ് ഉണ്ടായിരുന്നത്. നമ്മളിത് അന്ന് ഈ വാർത്ത വന്നപ്പോൾ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രയോഗിച്ചൊരു പ്രയോഗമാണ് ആദ്യ വിക്കറ്റ്. ഇനി എത്ര തലകൾ ഉരുളാനുണ്ട്. പക്ഷേ ഇതൊക്കെ സുജിത്ദാസിനെ ബലിയാടാക്കിക്കൊണ്ട് ഇപ്പം ADGPക്കെതിരെയാണ് അതീവ ഗുരുതരമായ ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. കൊലപാതകമടക്കമാണ്, സ്വർണ്ണപ്പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമുണ്ട്, സോളാർ കേസ് അട്ടിമറിച്ചു എന്ന ആരോപണമുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്നലെ പുറത്തുവിട്ട അഭിഗേൽ സാറയുടെ അന്വേഷണം പോലും അട്ടിമറിച്ചു എന്ന തൃശൂർ പൂരം RSS മേധാവിയുമായിട്ടുള്ള കൂടിക്കാഴ്ച, അങ്ങനെ നിരവധി വലിയ വലിയ ആരോപണങ്ങളാണ്. സംസ്ഥാനത്തെ ഒരു ഭരണകക്ഷി MLA ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും തലയെടുപ്പോടെ നെഞ്ചെടുപ്പോടെ ഒരു ഭീതിയുമില്ലാതെ ആ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി തന്നെ തുടരുകയാണ് എന്നുള്ളതാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം ആര്യ. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് രഞ്ജിത്ത്. PV അൻവർ നൽകിയ പരാതിയിൽ എന്തായാലും ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്, ചർച്ച ചെയ്യും. സംസ്ഥാന സമിതി അംഗവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ P ശശിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പിനും പോലീസ് ഉന്നതർക്കും എതിരെയുള്ള പരാതിയും ഗൗരവത്തോടെ CPM നേതൃത്വം പരിഗണിക്കും. വിവാദങ്ങളിൽ സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചേക്കും. അതായത് വിശദമായ ചർച്ചയുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ CPI നിർവാഹക സമിതിയിൽ ഇന്ന് ചർച്ചയാകും. തൃശൂർ പൂരം കലക്കിയത് പോലീസ് ഇടപെടലിലാണെന്ന ആരോപണം ഗൗരവത്തോടെയാണ് CPI കാണുന്നത്. ചർച്ചയിൽ ഉയർന്നുവരുന്ന പൊതുവികാരം CPI CPMനെ അറിയിക്കും. പാലക്കാട്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ സംഘടനാ വീഴ്ചകളിലും ചർച്ചയുണ്ടാകും എക്സിക്യൂട്ടീവിൽ. ഇന്നലെ വലിയ യൂത്ത് കോൺഗ്രസിന്റെ വലിയ മാർച്ച് സെക്രട്ടേറിയറ്റ് നമ്മൾ കണ്ടു. 1.5 മണിക്കൂറോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷഭരിതമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അബിൻ വർക്കിക്ക് വലിയ പരിക്കേറ്റ് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. തലസ്ഥാനം ഒരു യുദ്ധക്കളമായി മാറുന്നത് തന്നെയാണ് നമ്മൾ ആ 2 മണിക്കൂർ കണ്ടത്. ആ സമരം KPCC ഏറ്റെടുക്കും എന്ന് ഇന്നലെ അവിടെ എത്തിയ KPCC അധ്യക്ഷൻ സുധാകരൻ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്രിമിനലുകളെ പുറത്താക്കുക, കേസ് അന്വേഷണം CBIക്ക് വിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിൽ പ്രതിഷേധ മാർച്ച് ഉണ്ടാകും. MLA ഹോസ്റ്റലിന് മുന്നിലെ ആശാൻ സ്ക്വയറിൽ നിന്നും രാവിലെ 11 മണിക്ക് ആരംഭിക്കുന്ന മാർച്ച് രക്തസാക്ഷി മണ്ഡപം വഴി സെക്രട്ടേറിയറ്റിലെത്തും. KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയ മുതിർന്ന നേതാക്കളെല്ലാം പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കും. യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങിയ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം സെക്രട്ടേറിയറ്റ് പ്രതിഷേധത്തിനിടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെ റിമാൻഡ് ചെയ്തിരുന്നു. ഇന്നും പ്രതീക്ഷിക്കാം അല്ലേ, സംഘർഷം പ്രതീക്ഷിക്കാം. തീർച്ചയായും 11 മണി എന്ന് പറഞ്ഞാൽ 11-12 മണിയൊക്കെ ആകും. ഉച്ചയോടുകൂടി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിനേക്കാളും ശക്തമായ മാർച്ചായിരിക്കും. ഉറപ്പായും. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ ആ സംഘർഷ സ്ഥലത്തേക്ക് എത്തി ഒരു വെല്ലുവിളിയൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. അത് പക്ഷേ അതെ, രാഷ്ട്രീയപരമായ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ പോലും, അതായത് അവരെ പേഴ്സണലി കാണാം എന്നുള്ള തരത്തിലുള്ള നാട്ടിലിറങ്ങൂ എന്നാണ് പറഞ്ഞത്. അബിൻ വർക്കിക്ക് ഉറപ്പും കൊടുത്തു, SIക്ക് ഉള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. എന്തായാലും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പേഴ്സണലി ഒരു വെല്ലുവിളി നടത്തിയ സാഹചര്യത്തിൽ എന്തായാലും
രാഷ്ട്രീയപരമായി നേരിടുമ്പോൾ അതും കൂടുതൽ ശക്തമായി തന്നെ നേരിടും. വലിയ ശക്തമായ മാർച്ചായിരിക്കും നടക്കാൻ പോകുന്നത്. അതെ അതെ, സെക്രട്ടേറിയറ്റിന് നമുക്ക് മറ്റു വാർത്തകൾ ഒരുപാടുണ്ട്. നമുക്ക് ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ അവരുടെ ആഘോഷങ്ങളുമായി നമുക്കൊരു അതിഥി എത്താനുണ്ട്. അല്പസമയത്തിനകം തന്നെ നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ ഈ വേദിയിൽ നമുക്കൊപ്പം ചേരുന്നതായിരിക്കും ഓണവിശേഷങ്ങളുമായിട്ട്, അല്ലേ? അപ്പൊ അതിഥിയിലേക്കൊക്കെ എത്താം. ഇടവേള. പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ തുടർ ഭരണം ഉണ്ടാകില്ലെന്ന് വിമർശനം. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകില്ലെന്നും പ്രതിനിധികൾ. ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. പോലീസ് അന്വേഷണം തുടങ്ങും മുൻപുള്ള ഹർജി അപക്വമെന്ന് കോടതി. അജിത് കുമാർ കേസ് അട്ടിമറിച്ചെന്ന് ആവർത്തിച്ച് അബിഗേൽ സാറയുടെ പിതാവ്. പിന്നീട് ആ പുള്ളി ചിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അന്വേഷണ സംഘത്തിന്റെ ഇതിൽ വന്നേക്കുന്നത് അവർ 3 പേരേ ഉള്ളൂ എന്നുള്ളതാണ്. മോന് ചിലപ്പം അങ്ങനെ തോന്നിയതാവാം എന്ന് പറയുകയുണ്ടായി. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി തുടരട്ടെ എന്ന് ഞങ്ങൾക്കും വിയോജിപ്പുണ്ട്. പക്ഷേ ചില നടപടികളുണ്ട് ഞങ്ങൾക്ക് യോജിപ്പുമുണ്ട്. എന്നാൽ പോലും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു വികാരം പുറത്ത് അറിയിക്കാൻ അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി തുടരട്ടെ എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗവർണർക്ക് തിരുവഞ്ചൂരിന്റെ പുകഴ്ത്തൽ. തിരുവഞ്ചൂരിന് BJP താൽപര്യമെന്ന് മന്ത്രി VN വാസവൻ. പുതിയ ഗവർണറുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ കേന്ദ്രം. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി NCPയിൽ തർക്കം മുറുകുന്നു. MLA സ്ഥാനം രാജിവെക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രന്റെ ഭീഷണി. കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ തോമസ് K തോമസിനൊപ്പം. ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് മന്ത്രി. എന്നോട് മന്ത്രിസ്ഥാനം മാറണ്ടോ എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഇല്ലാത്തൊരു പ്രശ്നം എന്നോട് പറയാൻ കഴിയില്ലല്ലോ. പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമായ ഒരു കാര്യം, ഇല്ലാത്തൊരു കാര്യം തന്നെ എന്നോട് പറയുന്നു. ഉള്ള കാര്യമല്ലേ പറയേണ്ടത്. ഇല്ലാത്തൊരു കാര്യം എന്നോട് ഇങ്ങനെയുണ്ട്, ഞങ്ങളിങ്ങനെ ആരും ആലോചിച്ചില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തുന്നു എന്നാ പറയാ. ഓണക്കാലത്ത് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടി സർക്കാർ. അരി, പരിപ്പ്, പഞ്ചസാര വില കൂടി. സപ്ലൈകോ ഓണച്ചന്തകൾക്ക് തുടക്കം. ഇടുക്കി ചൊക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ മന്ത്രിക്കും CPI ജില്ലാ സെക്രട്ടറിക്കുമെതിരെ മുൻ CPI നേതാവ്. വ്യാജരേഖ ചമയ്ക്കാൻ കൂട്ടുനിന്നു എന്ന ആരോപണം. പണം കൈപ്പറ്റിയെന്നും ബൈസൺ വാലി മുൻ ലോക്കൽ സെക്രട്ടറി MR രാമകൃഷ്ണൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി. കേസുകൾ പരിഗണിക്കാൻ വനിതാ ജഡ്ജി ഉൾപ്പെടുന്ന പ്രത്യേക ബെഞ്ച്. മുദ്രവെച്ച കവറിലുള്ള റിപ്പോർട്ടും ബെഞ്ച് പരിഗണിക്കും. മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം. ഇടവേള ബാബുവിന്റെ ഹർജിയിലും ഇന്ന് വിധി. യുവതിക്കെതിരെ ഗൂഢാലോചന ആരോപിച്ച് നിവിൻ പോളി DGPക്ക് പരാതി നൽകും. BKD സ്റ്റീം പുട്ടുപൊടി റിച്ച് ആൻഡ് സോഫ്റ്റ്. വെൽക്കം ബാക്ക് മോർണിംഗ് ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ രഞ്ജിത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അത്തവിശേഷങ്ങളുമായാണ് നമ്മൾ തുടങ്ങിയത്, അല്ലെ, മോർണിംഗ് ഷോ തുടങ്ങിയത്. അപ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റിയ ഒരാൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അദ്ദേഹം ഇതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന അദ്ദേഹമാണ് ശ്രീ ഗിരീഷ് പുലിയൂർ. സ്വാഗതം സർ. നമസ്കാരം. 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 കവിയും ഗാനരചയിതാവുമാണ് അദ്ദേഹം. അപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അറിവുകൾ നമുക്ക് പറഞ്ഞു തരാനുണ്ട് അദ്ദേഹത്തിന്. കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ തലമുറയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഈ പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് എന്താണ് ഈ അത്തത്തിന്റെ പ്രാധാന്യം, എന്താണ് അത്തം മുതൽ 10 ദിവസം വരെയുള്ള പ്രത്യേകതകൾ, എങ്ങനെയാണ് നമ്മൾ പണ്ടൊക്കെ ഇതിനെ കണ്ടുകൊണ്ടിരുന്നത്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് തുടങ്ങുന്നത്. എന്താണ് അത്തം എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. അത്തപ്പത്തിന് പൊന്നോണം എന്നുള്ളത് ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ചൊല്ലാണ്. എനിക്കൊരു ഭൂതകാലത്തിൻ്റെ മാത്രം ഒരു പുൽത്തകടിയിലേക്ക് ഇളം തലമുറയെ കൊണ്ടുപോകാൻ ആഗ്രഹമില്ല. ഞാൻ വരും കാലത്തിലേക്കാണ് അവരെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തമെന്ന് പറയുന്ന നക്ഷത്രത്തിൽ ആ നാളിൽ നമ്മൾ പൂക്കളങ്ങൾ എഴുതി തുടങ്ങുന്നു. പണ്ട് എങ്ങനെയുള്ള പൂക്കൾ ഉപയോഗിച്ചു
ഏത് രീതിയിൽ ചെയ്തു എന്നതിനേക്കാളും ഇന്ന് നാട്ടിൽ ചോരക്കളങ്ങൾക്ക് പകരം പൂക്കളങ്ങൾ എഴുതണം എന്നാണ് എൻ്റെ രക്തത്തിന് രക്തമാന മക്കളോട് എനിക്ക് പറയുവാനുള്ളത്. കാരണം ലോകത്തെവിടെയും ക്രൂരതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ നമ്മുടെ ചരിത്രത്തിലോ കാണാത്ത രീതിയിലുള്ള ക്രൂരത ഇത്രയും വലിയ പുരോഗതികൾ നേടിയ നമ്മുടെ മനുഷ്യകുലം ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനെതിരെയുള്ള ജാഗ്രതാ പ്രഭാതമായിരിക്കണം ഈ അത്തപ്രഭാതം എന്നാണ് എനിക്ക് പറയാൻ. ഇത്തരം ആഘോഷങ്ങളുടെ ഒരു പ്രത്യേകതയും അതാണ്. നമ്മൾ ആ സമയങ്ങളിലൊക്കെ ഇതിലേക്ക് കുറച്ചുകൂടി ഒരുപക്ഷെ ഈ നമ്മുടെ കാരണവന്മാരൊക്കെ ഇത്തരം ആഘോഷങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തതൊക്കെ ഇത്തരം സംഭവവികാസങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പ്രതീക്ഷിച്ചും ആ സമയത്തെങ്കിലും ഒന്ന് ഒതുങ്ങട്ടെ അല്ലേ? അല്ല, അതൊരു വാസ്തവമാണ്. രഞ്ജിത്ത് പറയുന്നതും ആര്യ കേൾക്കുന്നതിന് വേണ്ടിയും ന്യൂസ് 18 കേരളത്തിൻ്റെ ലക്ഷോപലക്ഷം പ്രേക്ഷകർ അറിയുന്നതിന് വേണ്ടിയും വയലിൻ്റെ കരയിൽ ജനിച്ചു വളർന്ന കുട്ടിയായ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ ശരിക്കും ഈ ആഘോഷം മുന്നോട്ട് വയ്ക്കുന്നത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ലോകത്തൊരിടത്തും ഇങ്ങനെ ഒരു ഉത്സവമില്ല എന്നാണ് ഞാൻ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ തിരുത്തി പറയാനുള്ളത്, മനുഷ്യർ മാത്രമല്ല ഒന്നുപോലെ. ഇവിടെ കരടി, കാട്ടാന, കടുവ, പുലി, കാട്ടുപന്നി പോലും മനുഷ്യരെപ്പോലെ തുല്യരാണ്. മൃഗങ്ങൾ മാത്രമല്ല, സസ്യകുലാദികൾ, വൃക്ഷാദികൾ, പുഴകൾ, ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ സുന്ദരമായ സന്തതികളാണ് എന്ന ഏറ്റവും വലിയ ബോധം. ഈ പ്രപഞ്ചം തന്നെ ഒരു തറവാടാണ്, ഈ ലോകം തന്നെ ഒരു തറവാടാണ് എന്ന് എത്രയോ പരമ്പരകളായി നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ അത്തപ്രഭാതം ഇങ്ങനെയുള്ള ഒരു സംഗമത്തിലൂടെയും സന്ദേശം പറയുന്നതിലൂടെയും വിജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ അത്തം നാളിൽ ഈ ഓണം എന്നുള്ള എന്താ അതിൻ്റെ ഒരു ഐതിഹ്യം? അത്തം നാളിൻ്റെ ഒരു പ്രത്യേകത എന്താ? അത്തം നാളിൻ്റെ പ്രത്യേകത പൂക്കളങ്ങൾ എഴുതി തുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തപ്പത്തിന് പൊന്നോണം. അതിന്റെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ. ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. അത്തം മുതൽ 10 ദിവസം ഓരോ നാളിനും പ്രത്യേകതയുണ്ട്. അത്തം ചോതി, അത്തം ഇങ്ങനെ തുടങ്ങി 10 നാളിലെത്തുന്നുണ്ടല്ലോ. അത്തപ്പത്തിന് പൊന്നോണം എന്ന് പറയുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു സാറ് ചേട്ടൻ കവിതയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ടല്ലേ? ഞാൻ ഒരുപാട് കവിതകൾ ഇതിന്റെ ഈ ഓണവുമായിട്ട് ഒരു കവിത ഒന്ന് ചൊല്ലാമോ പ്രേക്ഷകർക്ക് വേണ്ടി? പ്രേക്ഷകർക്ക് വേണ്ടി ചൊല്ലുന്ന ഞാൻ എൻ്റെ ടീനേജ് കാലത്ത് എഴുതിയിട്ടുള്ള ഒരു കവിതയല്ല. കുറ്റിയിലെന്നെ തളച്ചിട്ട പെണ്ണെ, കറ്റക്കാറുളി കണ്ണാളെ, താഴത്തും മേലത്തും നിന്നു കൊഴയാതെ ചാരത്തുന്നാലടി പെണ്ണാളെ, കാലണയ്ക്കുള്ളതും ഇല്ലെന്റെ കയ്യിൽ, നാലണയ്ക്കോണം വിലയ്ക്കു വാങ്ങാം, കാലത്തും രാവത്തും സ്വപ്നം കണ്ടു നീ മേലു ചൊരുക്കണ നാളല്ലേ, താമ്പാളം നീട്ടിയിരിക്കടി വെറ്റല പാക്ക് ചവച്ചു ചുവപ്പിക്കാം, കല്ലുമൊലക്കച്ച കെട്ടിയ മാനത്തല്ലലിഞ്ഞു മരിക്കുന്നു. ഏത് വയസ്സിൽ എഴുതിയ കവിത? ഇത് ഞാൻ 20ാമത്തെ വയസ്സിൽ. കുറച്ചും കൂടെ ഇതിൽ താമ്പാളം നീട്ടിയിരിക്കുക, വെറ്റലപ്പാക്ക് ചവച്ച് ചുവപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ അന്യം നിന്ന് പോയ ചില ശീലങ്ങളായിരിക്കാം. എങ്കിലും നമുക്ക് ഓർത്തെടുക്കുവാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ കഴിഞ്ഞ കാലത്തിന്റെ സത്യങ്ങളിലേക്ക് മാത്രം ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നത്. കാരണം പുതിയ കാലത്തെ നമ്മൾ വരവ് പലരും പറയുന്നത്, ഞങ്ങളൊക്കെ പലരും പറയുന്നത് പഴയ കാലത്തെ ഓണമല്ല ഇക്കാലത്തെ ഓണം. അങ്ങനെ ഒരു വ്യത്യാസത്തിന്റെ ആവശ്യമില്ല അല്ലേ? നമുക്ക് എങ്ങനെ തലമുറകൾ മാറുന്നു ആ തരത്തിൽ ഓണം ആഘോഷിക്കുക. അതിന്റെ പക്ഷേ ഈ പറഞ്ഞ ഭംഗിയും ഈ ഒരു സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകണമെന്നുള്ളതേ ഉള്ളൂ അല്ലേ? ഏത് കാലത്തിനും ചേരുന്ന രീതിയിൽ ഇപ്പൊ പകരുന്നു പരമ്പരയായി പലതും. അത് ഈ പ്രപഞ്ച നിയന്താവിൻ്റെ ഏറ്റവും വലിയ മഹാമായയാണെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെയും എല്ലാം ഇക്കണ്ടതെല്ലാം നമുക്ക് നമ്മുടേതായിട്ടുള്ള കുടുംബ ബന്ധുക്കളാണ് എന്ന് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞതുപോലെയും എല്ലാം ഒരു കുലം തന്നെയാണ് എന്ന് വൈകുണ്ഠസ്വാമികൾ പറഞ്ഞതുപോലെയും പറഞ്ഞാൽ തീരാത്തത്ര രീതിയിൽ തേനാകരാത്രി തേനാകപകൽ തേനാക മന്നിടം എന്ന് ഋഗ്വേദത്തിൽ പ്രാർത്ഥിച്ചതുപോലെയും കർത്താവിൻ്റെ കാർമ്മികത്വത്തിൽ നിർമ്മിക്കപ്പെടാത്ത എല്ലാ കെട്ടിടങ്ങളും തകർന്നു വീഴും എന്ന് ക്രിസ്തുദേവൻ പറഞ്ഞതുപോലെയും മനുഷ്യർ മാത്രമല്ല, പക്ഷിയൊരു കുലമാണ്, നദികളൊരു കുലമാണ്, അതേപോലെ വൃക്ഷങ്ങളൊരു ജനതയാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അസ്തിത്വവും അവരുടേതായിട്ടുള്ള അവകാശങ്ങളും ഉണ്ട് എന്ന് നബിത്തമ്പുരാൻ പറഞ്ഞതുപോലെയും അഹിംസയും ആണ് ഏറ്റവും പരമമായ ധർമ്മം, അത്യാഗ്രഹമാണ് എല്ലാ ദുഃഖത്തിനും കാരണമെന്ന് ബുദ്ധഭഗവാൻ പറഞ്ഞു. ഈ അത്തത്തിൻ്റെ 10 ദിനങ്ങളിൽ ഓരോ ദിനത്തിലും പൂക്കളമിടാൻ ഇങ്ങനെയുള്ള ഓരോ സന്ദേശം പോരെ? അത് മതി നമുക്ക് വളരെ മാന്യമായിട്ട് ജീവിക്കാൻ. അപ്പോൾ ഒരു കവി എന്നുള്ള നിലയിൽ, എളിയ ഒരു കവി എന്നുള്ള നിലയിൽ, ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി എന്നുള്ള നിലയിൽ, ആരോഗ്യമാണ് ഏറ്റവും വലിയ ലാഭം എന്ന് പഠിപ്പിച്ച ഒരു പിതാവിൻ്റെ പുത്രൻ എന്നുള്ള നിലയിൽ, 2 ആയുർവേദ വൈദ്യന്മാരുടെ പേരക്കുട്ടി എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠാകുലനാകുന്നത്
ഈ അത്തത്തിൻ്റെ തൊട്ട് ഉള്ള ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് മാത്രമല്ല, മറിച്ച് നമ്മൾ കൊല്ലാതെയും കൊല്ലപ്പെടാതെയും ജീവിക്കുന്നതിന് വേണ്ടിയായിരിക്കണം ഈ പൂക്കളങ്ങൾ എഴുതുന്നത്. ആ പൂക്കളങ്ങൾ നിറം ചേർത്ത ഉപ്പുപരലുകൾ കൊണ്ടാണെങ്കിലോ കല്ലുകൾ കൊണ്ടാണെങ്കിലോ എങ്ങനെയും ആ പൂക്കളം തീർക്കുക. ആ പൂക്കളം നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് കൊല്ലരുത്, കൊല്ലപ്പെടരുത് എന്നുള്ളതാണ്. ആ സന്ദേശം നമ്മൾ ഈ 900 കോടി മനുഷ്യരിലേക്കും പ്രചരിപ്പിക്കുവാൻ ഈ കേരളത്തിലിടുന്ന പൂക്കളങ്ങൾ ഉപയുക്തമാവുകയാണ് എങ്കിൽ അതിൽ പരം മലയാളികളായ നമുക്ക് എന്തൊരാനന്ദമാണ് ഉള്ളത്. എൻ്റെ രഞ്ജിത്തെ, എൻ്റെ ആര്യയെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കുകയാണ്, നമ്മൾ ഏറ്റവും മുന്തിയ ഒരു സമുദായമായി മാറിയിരിക്കുന്നു മലയാളി സമുദായം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇതേ സമയം ഒരു സംക്രമണ കാലമായിരുന്നു. അന്ന് മനുഷ്യൻ കാണാത്ത ഒരു കാലമായിരുന്നു. ഇന്നത് നമ്മൾ മാറ്റിയെടുത്തു. അതുകൊണ്ട് നമ്മൾ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് മാത്രമല്ല, ഈ കണ്ട നന്മകളെല്ലാം ഒന്നുപോലെ, ചരാചരങ്ങളും ഒന്നുപോലെ. ആരും കൊല്ലരുത്. വനത്തിൽ മൃഗങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ആവാസ വ്യവസ്ഥയുണ്ട്, അതിനെ ആക്രമിക്കരുത്. വലിയ പാറക്കെട്ടുകൾ തച്ച് തകർക്കരുത്. പുഴകളെ ഒരിക്കലും ചവറെറിഞ്ഞ് നാശപ്പെടുത്തരുത്. മനുഷ്യരായി ജീവിക്കുക. മനുഷ്യർ മാത്രമല്ല ഈ ഒരു കുലമായിട്ടുള്ളത്, എല്ലാവരും ഉണ്ടെങ്കിലേ ഈ പ്രപഞ്ചം നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കൃത്യമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഒരു പന്നി മതി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, ഒരു കരടി മതി, ഒരു കാട്ടാന മതി, ഒരു കരിനാഗം മതി. ഈ വാസ്തവത്തിലേക്ക് നമ്മൾ പൂക്കളങ്ങളുടെ അർത്ഥങ്ങൾ തേടിയെത്തുക എന്നുള്ളതാണ് വലിയ കവികളുടെ ശിഷ്യനായിരിക്കുന്ന ഈ എളിയ വ്യക്തിക്ക് പറയാനുള്ളത്. ചേട്ടൻ്റെ ഈ തോട്ട്സ് നമ്മുടെ ഫ്ലോറിൽ നമ്മൾ എത്ര ദിവസം വാർത്ത വായിക്കുന്നുണ്ട്, എത്രയോ വർഷങ്ങളായിട്ട് വാർത്ത. പക്ഷേ ചേട്ടൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഈ ദിവസം സാധിച്ചതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം. ഇതനുസരിച്ച് വലിയ മാറ്റം ഇത് കേൾക്കുന്നവർക്കും ഇത് മനസ്സിലാക്കുന്നവർക്കും അത്തരത്തിൽ മാറ്റം ഉണ്ടായാൽ ഈ ലോകം എത്ര ഭംഗിയുള്ളതാവും. ഞങ്ങൾ ഓരോ ദിവസവും വായിക്കുന്ന വാർത്തകൾ യുദ്ധങ്ങളുടേതാണ്, കൊലപാതകങ്ങളുടേതാണ്, ഈ ബലാത്സംഗങ്ങളുടേതാണ്, നാടുപുറത്തുള്ള പ്രശ്നങ്ങളുടേതാണ്. നമുക്കും വൈകാരികമായ പല ഫീലിങ്സ് ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനോഹരമായ ഇപ്പൊ വയനാടാണല്ലോ ചേട്ടാ വലിയ പ്രശ്നം. വയനാട് നമ്മൾ നേരിട്ട് പോയി കണ്ടവരാണ്. അയ്യോ, വയനാട് നേരിട്ട് പോയി കണ്ടതാണ് ഞങ്ങൾ. വലിയ 2-3 പൊക്കമുള്ള പാറക്കല്ലുകളാണ് ഈ പറഞ്ഞ മനുഷ്യർ സ്വസ്ഥമായി ജീവിച്ചുകൊണ്ടിരുന്ന വീടുകളിലേക്ക് വന്ന് പതിക്കുന്നത്. കാഴ്ചയൊക്കെ ഹൃദയഭേദകമാണ്. നമുക്ക് ദുരന്തങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി നമ്മൾ ഒന്നിച്ചു കൂടുന്നുണ്ട്. പക്ഷേ ഈ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് കൂടി വളരെ ഭംഗിയായിട്ട് പരിഗണിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. ചേട്ടൻ്റെ കണ്ണ് നിറഞ്ഞു അല്പം? എനിക്കൊന്ന് കണ്ണ് നിറഞ്ഞു. കാരണം വയനാടെന്ന് കേട്ടപ്പോൾ ഇങ്ങനെ ചൂരൽ മലയിൽ വീശിയടിക്കും കാറ്റിന് കണ്ണീർ ചൂടുണ്ട്, അലറി അടുക്കും കാറ്റിന് പറയാൻ പുതിയൊരു പകയുടെ കഥയുണ്ട്, അരുതരുതെന്നലറിപ്പായും ചോരപ്പുഴയുടെ കയമുണ്ട്. ഇതിനെല്ലാം അതീതമായിട്ട് അവിടെ ഒരു ആൽമരം മാത്രം ഒരു രീതിയിലും കുലുങ്ങാതെ, തളരാതെ, ഒരു ഇല പോലും കൊഴിയാതെ, ഒരു കൊമ്പ് പോലും ഒടിയാതെ അവിടെ നിൽക്കുന്നു. ആ ആൽമരം പോലെ ആയിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള പ്രതീക്ഷകൾ. അങ്ങനെ വാടാത്ത പ്രതീക്ഷകൾ കൊണ്ട് പൂക്കളം എഴുതാൻ എൻ്റെ ഇളയ കുട്ടികൾ, എൻ്റെ പുതിയ തലമുറയിലെ രക്തമാന മക്കൾ, കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യമെന്ന് പറയുന്ന നമ്മുടെ വിദ്യാലയങ്ങളിൽ ഓടിക്കളിക്കുന്ന നമ്മുടെ മക്കളാണ്. ആ മക്കളെ ഒരിക്കലും കൊല്ലിനോ കൊലയ്ക്കോ പ്രേരിപ്പിക്കാതെ കൊല്ലരുത്, കൊല്ലപ്പെടരുത് എന്നുള്ള ശാശ്വതമായ സന്ദേശത്തെയും സംഗീതാത്മകമായി അതിനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന രീതിയെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്തിന് പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അതാകട്ടെ ഏറ്റവും മനോഹരമായ അത്തദിന സന്ദേശം. നന്ദി ചേട്ടാ, വലിയ സന്തോഷം. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി വിലപ്പെട്ട സമയമാണെന്നറിയാം ചെലവഴിച്ചതിൽ. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇനിയും നമ്മൾ സംസാരിക്കും. ഒരു കവിതയും കൂടെ പാടി നമുക്ക് അവസാനം. നമുക്ക് ഘടികാര സൂചിതൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം എന്ന അയ്യപ്പ പണിക്കർ മഹാകവി പാടിയിട്ടുണ്ട്. സത്യമാണത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഓണമാണെങ്കിലും ഉണ്ട് നിറഞ്ഞോന്റെ കയ്യിൽ നിന്നും ഉരുള വാങ്ങണം, കണ്ടു നിറഞ്ഞോന്റെ കയ്യിൽ നിന്നും കടം വാങ്ങണം, ഉണ്ട് നിറഞ്ഞവരുണ്ടോ എല്ലാം കണ്ടു നിറഞ്ഞവരുണ്ടോ, ഇങ്ങനെ തെണ്ടിയൊരുത്തനൊരിക്കൽ പാടിയ പാട്ട് കേട്ടിട്ടുണ്ടോ. ഉണ്ട് നിറഞ്ഞോന്റെ കയ്യിൽ നിന്നും ഉരുള വാങ്ങണമെന്നും കണ്ടു നിറഞ്ഞോന്റെ കയ്യിൽ നിന്നും കടം വാങ്ങണമെന്നുള്ളത് മലയാളികൾ പറഞ്ഞ് മക്കളെ വളർത്തിയ പഴഞ്ചൊല്ലാണ്. ഇന്ന് ഉണ്ട് നിറഞ്ഞവരും കണ്ടു നിറഞ്ഞവരും എത്രമാത്രം ഉണ്ടിട്ടും എത്രമാത്രം കണ്ടിട്ടും മാറാതെ പലരെയും കാണാതെയും ഉണ്ണാതെയും ഉള്ള അവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. ലോകം വളരെ ക്രൂരമായിട്ടുള്ള പണാധിപത്യത്തിലേക്കും അധികാര ദുർവിനിയോഗത്തിലേക്കും കടന്നുകൊണ്ടിരിക്കുന്നു.
മനുഷ്യൻ മനുഷ്യനെ വേട്ടയാടി പിടിക്കുന്നു. യുദ്ധങ്ങൾ എവിടെയും കാണുന്നു, മഹാപ്രളയങ്ങൾ കാണുന്നു. മഹാമാരിയായിട്ടുള്ള കോവിഡ് ടൈമിൽ ഒരു കൊച്ചു ജീവി വന്ന് നമ്മളെ പഠിപ്പിച്ചു, വലുതാരാണ് ചെറുതാരാണ്, വലിയൊരു ചോദ്യം ഇതാണ്, വലുതെല്ലാരും ചെറുതല്ലാരും, ഉത്തരമിങ്ങനെയാണ്. ഓണത്തിൻ്റെ സന്ദേശം അതാണ്, പൂക്കളത്തിൻ്റെ സന്ദേശം അതാണ്. വലുതെല്ലാരും, ആരും ചെറുതല്ല, ആരെയും ചെറുതാക്കാൻ നോക്കരുത്. എല്ലാവരും പ്രപഞ്ചത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയവരാണ്. മനസ്സ് നിറഞ്ഞു. നന്ദി. ഒരു അധ്യാപകനെ കേട്ടിരിക്കുന്നത് പോലെ ഇത്രയും സമയം. അതൊക്കെ ഞാൻ വലിയ അധ്യാപകരുടെ മുന്നിൽ ഇരുന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും പറയാൻ സാധിക്കും. അത് വലിയ സന്തോഷം. എൻ്റെ അനിയനായിട്ടുള്ള രഞ്ജിത്തിനും അനിയത്തിയായിട്ടുള്ള ആര്യയ്ക്കും ഓണാശംസകൾ നേരുന്നു. സെയിം ടു യു ചേട്ടാ. ന്യൂസ് 18 കേരളത്തിൻ്റെ ലക്ഷോപലക്ഷം പ്രേക്ഷകർക്ക് ആരോഗ്യമാണ് ഏറ്റവും വലിയ ലാഭം എന്ന ശാശ്വത സന്ദേശം ഞാൻ അറിയിക്കുന്നു. ഹാപ്പി ഓണം. താങ്ക് യു. ഹാപ്പി ഓണം ചേട്ടാ. അപ്പം ചേട്ടനും എല്ലാവിധ ഓണ ആശംസകളും ഞങ്ങളും നേരുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകാം. ചേട്ടനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. മൊഴി നൽകാൻ പരാതിക്കാരി. PV അൻവറിന്റെ ആരോപണങ്ങൾ CPM ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ചയാകുന്നു. പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ തുടർ ഭരണം ഉണ്ടാകില്ലെന്ന് വിമർശനം. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകില്ലെന്നും പ്രതിനിധികൾ. ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. പോലീസ് അന്വേഷണം തുടങ്ങും മുൻപുള്ള ഹർജി അപക്വമെന്ന് കോടതി. അജിത് കുമാർ കേസ് അട്ടിമറിച്ചെന്ന് ആവർത്തിച്ച് അബിഗേൽ സാറയുടെ പിതാവ്. പിന്നീട് ആ പുള്ളി ചിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അന്വേഷണ സംഘത്തിന്റെ ഇതിൽ വന്നേക്കുന്നത് അവർ 3 പേരേ ഉള്ളൂ എന്നുള്ളതാണ്. മോന് ചിലപ്പം അങ്ങനെ തോന്നിയതാവാം എന്ന് പറയുകയുണ്ടായി. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി തുടരട്ടെ എന്ന് ഞങ്ങൾക്കും വിയോജിപ്പുണ്ട്. പക്ഷേ ചില നടപടികളുണ്ട് ഞങ്ങൾക്ക് യോജിപ്പുമുണ്ട്. എന്നാൽ പോലും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു വികാരം പുറത്ത് അറിയിക്കാൻ അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി തുടരട്ടെ എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗവർണർക്ക് തിരുവഞ്ചൂരിന്റെ പുകഴ്ത്തൽ. തിരുവഞ്ചൂരിന് BJP താൽപര്യമെന്ന് മന്ത്രി VN വാസവൻ. പുതിയ ഗവർണറുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാത്ത കേന്ദ്രം. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി NCPയിൽ തർക്കം മുറുകുന്നു. MLA സ്ഥാനം രാജിവെക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രന്റെ ഭീഷണി. കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ തോമസ് K തോമസിനൊപ്പം. ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് മന്ത്രി. എന്നോട് മന്ത്രിസ്ഥാനം മാറണ്ടോ എന്ന് പറയും. കാരണം അങ്ങനെ ഇല്ലാത്തൊരു പ്രശ്നം എന്നോട് പറയാൻ കഴിയില്ലല്ലോ. പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമായ ഒരു കാര്യം, ഇല്ലാത്തൊരു കാര്യം തന്നെ എന്നോട് പറയുന്നു. ഉള്ള കാര്യമല്ലേ പറയേണ്ടത്. ഇല്ലാത്തൊരു കാര്യം എന്നോട് ഇങ്ങനെയുണ്ട്, ഞങ്ങളിങ്ങനെ ആരും ആലോചിച്ചില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തുന്നു എന്നാ പറയാ. ഓണക്കാലത്ത് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടി സർക്കാർ. അരി, പരിപ്പ്, പഞ്ചസാര വില കൂടി. സപ്ലൈകോ ഓണച്ചന്തകൾക്ക് തുടക്കം. ഇടുക്കി ചൊക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ മന്ത്രിക്കും CPI ജില്ലാ സെക്രട്ടറിക്കുമെതിരെ മുൻ CPI നേതാവ്. വ്യാജരേഖ ചമയ്ക്കാൻ കൂട്ടുനിന്നു എന്ന ആരോപണം. പണം കൈപ്പറ്റിയെന്നും ബൈസൺ വാലി മുൻ ലോക്കൽ സെക്രട്ടറി MR രാമകൃഷ്ണൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി. കേസുകൾ പരിഗണിക്കാൻ വനിതാ ജഡ്ജി ഉൾപ്പെടുന്ന പ്രത്യേക ബെഞ്ച്. മുദ്രവെച്ച കവറിലുള്ള റിപ്പോർട്ടും ബെഞ്ച് പരിഗണിക്കും. മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം. ഇടവേള ബാബുവിന്റെ ഹർജിയിലും ഇന്ന് വിധി. യുവതിക്കെതിരെ ഗൂഢാലോചന ആരോപിച്ച് നിവിൻ പോളി DGPക്ക് പരാതി നൽകും. ജയസൂര്യക്കെതിരെ രഹസ്യമൊഴി നൽകാൻ പരാതിക്കാരി.
PV അൻവറിന്റെ ആരോപണങ്ങൾ CPM ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ചയാകുന്നു. പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ തുടർ ഭരണം ഉണ്ടാകില്ലെന്ന് വിമർശനം. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകില്ലെന്നും പ്രതിനിധികൾ. ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. പോലീസ് അന്വേഷണം തുടങ്ങും മുൻപുള്ള ഹർജി അപക്വമെന്ന് കോടതി. അജിത് കുമാർ കേസ് അട്ടിമറിച്ചെന്ന് ആവർത്തിച്ച് അബിഗേൽ സാറയുടെ പിതാവ്. പിന്നീട് ആ പുള്ളി ചിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അന്വേഷണ സംഘത്തിന്റെ ഇതിൽ വന്നേക്കുന്നത് അവർ 3 പേരേ ഉള്ളൂ എന്നുള്ളതാണ്. മോന് ചിലപ്പം അങ്ങനെ തോന്നിയതാവാം എന്ന് പറയുകയുണ്ടായി. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി തുടരട്ടെ എന്ന് ഞങ്ങൾക്കും വിയോജിപ്പുണ്ട്. പക്ഷേ ചില നടപടികളോട് ഞങ്ങൾക്ക് യോജിപ്പുമുണ്ട്. എന്നാൽ പോലും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു വികാരം പുറത്ത് അറിയിക്കാൻ അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി തുടരട്ടെ എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗവർണർക്ക് തിരുവഞ്ചൂരിന്റെ പുകഴ്ത്തൽ. തിരുവഞ്ചൂരിന് BJP താൽപര്യമെന്ന് മന്ത്രി VN വാസവൻ. പുതിയ ഗവർണറുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ കേന്ദ്രം. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി NCPയിൽ തർക്കം മുറുകുന്നു. MLA സ്ഥാനം രാജിവെക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രന്റെ ഭീഷണി. കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ തോമസ് K തോമസിനൊപ്പം. ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് മന്ത്രി. എന്നോട് മന്ത്രിസ്ഥാനത്ത് മാറണ്ടോ എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഇല്ലാത്തൊരു പ്രശ്നം എന്നോട് പറയാൻ കഴിയില്ലല്ലോ. പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമായ ഒരു കാര്യം, ഇല്ലാത്തൊരു കാര്യം തന്നെ എന്നോട് പറയുന്നു. ഉള്ള കാര്യമല്ലേ പറയേണ്ടത്. ഇല്ലാത്തൊരു കാര്യം എന്നോട് ഇങ്ങനെയുണ്ട്, ഞങ്ങളിങ്ങനെ ആരും ആലോചിച്ചില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തുന്നു എന്നാണ് പറയാം. ഓണക്കാലത്ത് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടി സർക്കാർ. അരി, പരിപ്പ്, പഞ്ചസാര വില കൂടി. സപ്ലൈകോ ഓണച്ചന്തകൾക്ക് തുടക്കം. ഇടുക്കി ചൊക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ മന്ത്രിക്കും CPI ജില്ലാ സെക്രട്ടറിക്കുമെതിരെ മുൻ CPI നേതാവ്. വ്യാജരേഖ ചമയ്ക്കാൻ കൂട്ടുനിന്നു എന്ന ആരോപണം. പണം കൈപ്പറ്റിയെന്നും ബൈസൺ വാലി മുൻ ലോക്കൽ സെക്രട്ടറി MR രാമകൃഷ്ണൻ. വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഈ സ്പെഷ്യൽ സെഗ്മെന്റിൽ ഒരു സ്പെഷ്യൽ അതിഥിയാണ് നമുക്കൊപ്പം ചേരാൻ പോകുന്നത്, അല്ലേ? ആരാ പറഞ്ഞു? എന്റെ മകളുടെ ചിലങ്കകെട്ടായിരുന്നു. അവള് വർഷങ്ങളായി ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ അവളുടെ അരങ്ങേറ്റം ഒക്ടോബർ 4-നാണ്. അപ്പൊ അവളുടെ ചിലങ്കകെട്ട് ഇന്നലെ ആയിരുന്നു. ജാനകി ആർ നായർ, ജാനകിക്കുട്ടിയാണ് നമുക്കൊപ്പം ഇപ്പോ ലൈവായിട്ട് ചേരാൻ പോകുന്നത്. കുറച്ചുകൂടെ മുൻപുള്ള ചിത്രം, കുറച്ചുകൂടി 2 വർഷം മുമ്പുള്ള ഓണത്തിന്റെ ചിത്രമാണ്. എന്തായാലും ഇന്ന് കാണിക്കാൻ പറ്റിയ ചിത്രം. നല്ല ഓലക്കുടയൊക്കെ പിടിച്ച് നിൽക്കുന്ന വലുതായി. ഞങ്ങൾക്കൊക്കെ പേഴ്സണലി അറിയുകയും കൂടി ചെയ്യാം. പ്രേക്ഷകരോട് പറയാണ് ജാനകിക്കുട്ടി മിടുക്കിയാണ്. ചിലങ്കയൊക്കെ പിടിച്ച് അടിപൊളി പെർഫോമൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ജാനകി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇന്നലെ ആയിരുന്നോ ചിലങ്കേട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? എത്ര വർഷമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്? 1.5 വർഷമായി അല്ലേ? ഏതാ, ഭരതനാട്യമാണോ? ആഹാ, ആരാ ടീച്ചർ? രാജലക്ഷ്മി. ഇനിയിപ്പോ ഒരു ഭയങ്കര ഒരു അസുലഭ മുഹൂർത്തം എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ? അച്ഛനും മകളും, അച്ഛൻ അവതാരകനായിട്ട് മോൾ അതിഥിയായിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റിയ ഒരു നിമിഷമാണിത്. അച്ഛൻ്റെ ജാനിക്കുട്ടിക്ക് കാണാൻ പറ്റില്ലായിരിക്കും, പക്ഷെ കേൾക്കാൻ പറ്റും. അച്ഛൻ്റെ സൈഡിൽ എന്റെ കൂടെ നിപ്പുണ്ട്. ബസ് വരാറായോ? സ്കൂൾ ബസ് വരാറായോ? പോണ്ടേ? സ്കൂളിൽ പോണ്ടേ? സമയമായില്ല. ആ, ശരി. അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു പെർഫോമൻസ് കൂടി കാണിച്ച് അവസാനിപ്പിക്കാം വളരെ പെട്ടെന്ന്. ചിലങ്ക കെട്ടണ്ട മോളെ, ചിലങ്ക കെട്ടാതെ നമുക്ക് ചെയ്യാം. പെട്ടെന്ന് കാണിച്ച് അവസാനിപ്പിക്കാം, സമയക്കുറവുണ്ട്.
ജാനകി 1.5 വർഷമായിട്ട് ജാനകി ഡാൻസ് ചെയ്യുന്നുണ്ട്. അവളെ നമ്മുടെ അവിടെ തൊട്ടടുത്തുള്ള ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ വെച്ചാണ് അവളുടെ അരങ്ങേറ്റം ഒക്ടോബർ 4-ന് അല്ലേ? ഒരു ചെറിയ ചടങ്ങായിട്ട് അവിടെ നടക്കും. അവള് ഡാൻസിലൊക്കെ ഇഷ്ടമായിട്ടുള്ള ആളാണ്. ചെറിയ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പുള്ളിക്കാരിക്കുള്ള ഇൻട്രസ്റ്റും ആ ഒരു കഴിവും ഒക്കെ. ശരി, ഇല്ല കുഴപ്പമില്ല. നമുക്ക് ആ സൂമില് വന്നതുകൊണ്ടാണ് ശരിക്കും നമുക്ക് ആ ഒരു പാട്ടിട്ട് അതിന്റെ ആ ഒരു കളർഫുൾ ആയിട്ട് കാണിക്കാൻ വേണ്ടി ചെയ്യാം തോന്നുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. അവള് ഇപ്പം തൽക്കാലം അത് മതി മകളെ അവസാനിപ്പിക്കാം. ശരി, എന്തായാലും രഞ്ജിത്തേട്ടൻ ഒരു കാര്യം ചെയ്യണം. ജാനകിയുടെ ഒരു പെർഫോമൻസ് ഷൂട്ട് ചെയ്തുകൊണ്ട് പാട്ടൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഈ ക്യാമറ പിടിച്ചിരിക്കുന്നത് അവളുടെ ചേട്ടനാണ്, ദേവനാരായണ്. തൊട്ടടുത്ത് അവളുടെ അമ്മയുണ്ട്, അമ്മുമ്മയുണ്ട്. ആ വീട്ടിൽ തന്നെയാണ്, എന്റെ വീടാണ് കാണുന്നത്. ശരി, ഓക്കെ. ജാനകി, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇനിയും കാണാം. ഓ, താങ്ക് യു. ഇപ്പൊ ന്യൂസ് 18 പ്രേക്ഷകർക്കും ജാനകിയുടെ ഓണാശംസകൾ നേർന്നിരിക്കുകയാണ്. ഹാപ്പി ഓണം ജാനകിക്കും ചേട്ടനും എല്ലാവർക്കും കേട്ടോ. ഓക്കെ. നമുക്ക് മറ്റൊരു അതിഥി, മറ്റൊരു സ്പെഷ്യൽ ഡേ കൂടിയുണ്ട്. അതെ, ഒരു പിറന്നാളുണ്ട്. അപ്പോൾ ആതിര എം ആർ തിരുവനന്തപുരം സ്വദേശിനിയാണ്, പുന്നക്കാമുകൾ സ്വദേശിനി. രാഹുൽ ദാസിന്റെ നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ദാസിന്റെ സിസ്റ്റർ കൂടിയാണ് ആതിര എം ആർ. ആതിരയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. ഒരു നല്ല ദിവസം. ഇനി ഈ വർഷം മുഴുവൻ നല്ല ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ ഈ അത്തം ദിവസം തന്നെ പിറന്നാൾ വരിക എന്ന് പറഞ്ഞാൽ അതേറെ പ്രധാനപ്പെട്ട കാര്യം, സ്പെഷ്യലാണ്. ആതിരയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ ഇതേപോലെ സ്പെഷ്യൽ ഡേയ്സ് പ്രേക്ഷകർക്ക് ഞങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് ആഘോഷിക്കാവുന്നതാണ്. അതിനിപ്പോൾ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി എന്ന് മാത്രമല്ല, ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ ജാനകി കുട്ടിയുടെ ചിലങ്ക കെട്ടൽ ആഘോഷം വരെ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന അത്തരത്തിൽ എല്ലാ നല്ല മുഹൂർത്തങ്ങളും സന്തോഷമുള്ള മുഹൂർത്തങ്ങളും ന്യൂസ് 18നോടൊപ്പം ചേർന്ന് പ്രേക്ഷകർക്ക് ആഘോഷിക്കാവുന്നതാണ്. പ്രേക്ഷകർ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് 9346975748 ഈ സ്പെഷ്യൽ ഡേ നെയിം ഫോർമാറ്റിൽ അയച്ചാൽ നമുക്ക് സ്പെഷ്യൽ ഡേ ഏതാണ്, നിങ്ങളുടെ പേര്, ദിവസം, ഫോൺ നമ്പർ ഇത്രയും മെൻഷൻ ചെയ്തുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഞങ്ങൾ നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. നമുക്ക് ലൈവായിട്ട് സൂമിലൊക്കെ വന്ന് ഈ സ്ക്രീനിൽ തന്നെ ചേർന്നുകൊണ്ട് പ്രേക്ഷകർക്കൊപ്പം നിങ്ങളുടെ സ്പെഷ്യൽ ഡേയും സ്പെഷ്യലാക്കാം, കൂടുതൽ സ്പെഷ്യലാക്കാവുന്നതാണ്. നമുക്ക് മിഥുനിലേക്ക് പോകാനുള്ള സമയമായി തോന്നുന്നു. അതെ, തീർച്ചയായും. MG മിഥുനിലേക്ക് പോകാം. മിഥുൻ വരൂ, കടന്നു വരൂ. മുണ്ടുടുത്ത മിഥുൻ, വെൽക്കം. നമുക്ക് ഇന്നുള്ളത് എന്താ? നാഷണൽ നിരവധി വാർത്തകളുണ്ട്. പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഇനി ജമ്മു കാശ്മീരും ഒപ്പം തന്നെ ഹരിയാനയും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഹരിയാനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഹരിയാനയിൽ BJPയും കോൺഗ്രസിനും ഒക്കെ വളരെ നിർണായകമാണ്. അതിൽ BJPയെ സംബന്ധിച്ച് വളരെ തിരിച്ചടി നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു സമയത്ത്. കാരണം ഈ സ്ഥാനാർത്ഥി പട്ടിക, ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഏകദേശം 67 പേരുടെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചുകൊണ്ടുള്ള പട്ടികയാണ് പുറത്തിറക്കിയത്. കാരണം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ നേരത്തെ നടന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 67 പേരുടെ പട്ടിക ആദ്യം തന്നെ ഇറക്കുന്നത്. പക്ഷെ അതിൽ തന്നെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. അതിൽ നിലവിലെ മന്ത്രി ചൗട്ടാല അടക്കം ഹൃദയ മണ്ഡലത്തിലെ ചൗട്ടാല നിലവിലെ മന്ത്രിയാണ്. അദ്ദേഹം ഉൾപ്പെടെ രാജിവെച്ച് സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ കൂടുതൽ നേതാക്കൾ, അദ്ദേഹത്തോടൊപ്പം മറ്റു മുതിർന്ന നേതാക്കളൊക്കെ തന്നെ BJP വിട്ടിട്ടുണ്ട്. ഇതിനോടകം തന്നെ മറ്റു കൂടുതൽ ആളുകളും നിലവിൽ ഈ ഒരു സാഹചര്യം, അതായത് BJPയെ വെട്ടിലാക്കിക്കൊണ്ട് പാർട്ടി വിടുന്നു, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കും എന്ന് പറയുന്നു, അതല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ചേർന്നു എന്നുള്ളടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് BJP ഇന്ന് സുപ്രധാനമായ യോഗം അവിടെ ചേരുന്നുണ്ട്. കാരണം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു, ഈ അഭിപ്രായ വ്യത്യാസമുള്ള അല്ലെങ്കിൽ ഈ അതൃപ്തി അറിയിച്ചിട്ടുള്ള നേതാക്കളെയൊക്കെ അവിടുത്തെ സംസ്ഥാന നേതാക്കൾ കാണണം, അതിനു പുറമെ കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു അവസരം ഒരുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം പ്രധാനമന്ത്രി തന്നെ നൽകിയിരുന്നു. കാരണം അദ്ദേഹം ദ്വിരാഷ്ട്ര പര്യടനത്തിനായി അദ്ദേഹം സിംഗപ്പൂരും ഒപ്പം തന്നെ ബ്രൂണയിലും ഒക്കെ പോയതിനു ശേഷം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് അദ്ദേഹം തിരികെ ഇന്ത്യയിലേക്ക് എത്തിയത്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള കാലമൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്. ഒപ്പം തന്നെ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ്, ജമ്മു കാശ്മീരിൽ ഇന്ന് അമിത്ഷാ ഉണ്ട്. ഇന്ന് നാളെയുമായി അമിത്ഷാ പ്രചരണങ്ങൾക്ക് തുടക്കമിടാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. വൈകിട്ട് 3 മണിക്കൊരു പ്രധാനപ്പെട്ട ചടങ്ങുണ്ട്. അവരുടെ പ്രകടന പത്രിക, BJPയുടെ പ്രകടന പത്രിക, ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കായി എന്താണ് അവർ കരുതി വെച്ചിരിക്കുന്നത്, അവർക്കൊപ്പം നിന്നാൽ എന്ത് നൽകുമെന്നടക്കമുള്ള കാര്യങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയാണ് അവിടുത്തെ ജനങ്ങൾ. കാരണം ആർട്ടിക്കിൾ 370 ഒക്കെ അത് പിൻവലിച്ചതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. 10 വർഷത്തിന് ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏവരും ഉറ്റുനോക്കുന്നത് ഇത്തവണ എങ്ങനെ ജമ്മു കാശ്മീർ ആര് പിടിക്കും എന്നുള്ളതാണ്. അതിൽ കച്ചകെട്ടി കോൺഗ്രസുമുണ്ട്,
കോൺഗ്രസിനൊപ്പമാണ് അവിടുത്തെ നാഷണൽ കോൺഫറൻസ് പാർട്ടി ഉള്ളത്. നാഷണൽ കോൺഫറൻസ് പാർട്ടിക്കാണ് അവിടെ കൂടുതൽ മേൽക്കുള്ളത് എന്ന് നേരത്തെ ചില റിപ്പോർട്ടുകളുണ്ട്. എങ്കിൽ പോലും തന്നെ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ ഒരു പ്രകടനം കാണണം. BJPക്ക് അവിടെ ഒരു സീറ്റ് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. BJPയുടെ സഖ്യത്തിലുണ്ടായിരുന്ന അവർക്ക് സീറ്റ് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPയും ഇവിടെ കരുതലോടുകൂടി തന്നെയാണ് പോകുന്നത്. താരപ്രചാരകരുടെ ഒരു വലിയ നിര, അതിന് ചുക്കാൻ പിടിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. പ്രധാനമന്ത്രി 3 റാലികളിൽ പങ്കെടുക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ എവിടേക്കാണ് എന്നുള്ള കാര്യം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കാരണം സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ 3 ഘട്ടങ്ങളായി ഈ രണ്ടിടത്തും ഈ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഹരിയാനയിൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു ഘട്ടമായിട്ടാണ്. അത് അടുത്ത മാസം ഒക്ടോബർ 5-നാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ ഈ വൈഷ്ണവ ആഘോഷവുമായി ബന്ധപ്പെട്ടൊക്കെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ BJPയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ മുന്നേറ്റം നടത്താൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 2 തെരഞ്ഞെടുപ്പാണ്. അതേസമയം നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഈ ഹരിയാന തെരഞ്ഞെടുപ്പിനൊക്കെ ഒപ്പമായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അവിടുത്തെ ചില മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവിടുത്തെ ചില ആഘോഷങ്ങളുണ്ട്. ക്ഷമിക്കണം, അതായത് ഈ ദീപാവലിയുമായി ബന്ധപ്പെട്ടുള്ള അതിനും തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയുള്ള ചില ആഘോഷങ്ങൾ മഹാരാഷ്ട്രയിൽ കാലാകാലങ്ങളായി നടക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇത്തവണ കുറച്ചുകൂടെ വൈകി ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയും ചെയ്തത്. അവിടെ ഫട്നാവിസിനെ വിശ്വസ്തരായിട്ടുള്ള ആളുകളൊക്കെ പാർട്ടി വിടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വലിയ രീതിയിൽ BJPയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേറ്റ തിരിച്ചടി, മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടിയായിരുന്നു ഈ ഏക്നാഥ് ഷിൻഡെ പക്ഷത്തൊപ്പം നിന്നുകൊണ്ട് BJPക്ക് നേരിടേണ്ടി വന്നത്. NCP വീണ്ടും കൂടുതൽ കരുത്താർജിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയും ചെയ്തതാണ്. വീണ്ടും ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോകുന്ന മുതിർന്ന BJP നേതാക്കൾ NCPയിലേക്ക് ചേക്കേറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ അജിത് പവാർ പക്ഷം ആ ഒരു പിടി അയയുന്നു എന്നുള്ളത് കൂടി വാർത്തകൾ ഈ ഒരു ഘട്ടത്തിൽ വരികയും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും BJPക്ക് ആശങ്കയുടെ കാലമാണ്. സുഖകരമല്ല. പഴയ ഒരു BJPയുടെ കരുത്തൊന്നും ഈ പല സംസ്ഥാനങ്ങളിലും ഇല്ല എന്നുള്ളതാണ്. മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ 3 സംസ്ഥാനങ്ങൾ ഈ 3 സംസ്ഥാനങ്ങൾ മാത്രമാണ്. മറ്റ് ദേശീയ വാർത്തകളുണ്ട്. അത് വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് തീർച്ചയായും. താങ്ക് യു മിഥുൻ. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകണം. അതായത് അത്തച്ചമയ ആഘോഷങ്ങൾ നമ്മൾ ആദ്യം കൊടുത്തിരുന്നു അല്ലേ? അത്തത്തിന്റെ പ്രധാന വിശേഷങ്ങൾ ഗിരീഷ് പുലിയൂരും നമ്മോട് പങ്കുവച്ചു. നമ്മൾ നവമിയിലേക്ക് പോയി. അപ്പോൾ വീണ്ടും നമുക്ക് നവമിയുടെ ഒരു റിപ്പോർട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അത്തച്ചമയ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ എത്തിയിരിക്കുകയാണ് ഇത്തവണ ഓതറ പടയണി. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒപ്പമാണ് ഞങ്ങൾ എന്ന് പടയണി സംഘം പറയുന്നു. ആ കാഴ്ചകൾ കാണാം. ഇത്തവണ പടയണി കലാരൂപവും ഈ അത്തച്ചമയ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. നമുക്ക് അതിന്റെ അണിയറ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. ചേട്ടാ, ഇത്തവണ പടയണിയും എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒന്നും ഉണ്ടായിരുന്നു? ഇല്ല, കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു. ഇപ്പോഴും നമ്മളെ വിഷമത്തിലാണ് ചെയ്യുന്നത്. ആ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം വേണ്ടാന്ന് വെച്ചത് വീണ്ടും ഇതൊരു ആഘോഷമായതുകൊണ്ട് അത് കുറച്ചെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ് സർക്കാർ. ഇല്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ട്. നമ്മുടെ സഹോദരന്മാരാണ് അവരുന്നത്. അപ്പൊ ആ ഒരു വിഷമത്തിലാണ് നമ്മളിപ്പോഴും പരിപാടിക്ക് വന്നെങ്കിൽ നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എന്നാലും അവരെ നമ്മളൊപ്പം കൂട്ടിക്കൊണ്ട് തന്നെയാണ്, മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പരിപാടിക്ക് വന്നേക്കുന്നത്. അവരൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഇത്തവണ പടയണി ഇറക്കാമെന്ന് വിചാരിച്ചത്? അല്ല, നമ്മൾ വരുന്ന വർഷങ്ങളിലെല്ലാം പടയണിയുമായിട്ടാണ് വരുന്നത്. പക്ഷെ വരുമ്പോൾ എല്ലാം ഓരോരോ പല പല വേഷങ്ങളായിട്ടാണ് വരുന്നത്. ഇതിപ്പോ ഭൈരവി, സുന്ദരേശി, പക്ഷിക്കോൾ, അങ്ങനെ ആ ഒരു സെക്ഷൻ. ഇതിനു മുമ്പ് ഞങ്ങൾ വന്നിട്ടുള്ളത് അന്തരേശി, ഭൈരവി, അങ്ങനെ ഓരോ വ്യത്യാസങ്ങളുണ്ട്. പടയണിയിൽ ഒത്തിരി വ്യത്യാസങ്ങളുള്ള കോലങ്ങളുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ ഓരോ പ്രാവശ്യം വരുന്നത്. ഇപ്രാവശ്യം ഇത് കുറഞ്ഞതാണ്. ഇതിന്റെ വലുത് 30, 51, 101 വരെ തലയെടുത്ത് തുള്ളുന്നുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ. ഓതറ പുതുക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് 101 വരെ തല തുള്ളുന്ന 1001 വളയുടെ കോലമുണ്ട്. അത് ചട്ടത്തിലാണ് വരുന്നത്. അത് നമുക്ക് എടുത്തു കൊള്ളാൻ പറ്റത്തില്ല. അതൊരു വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ പടയണി നടക്കുന്ന സ്ഥലമാണ് ഓതറ. നിങ്ങള് എല്ലാരും ഇപ്പോ ഓതറ പടയണി ഇയാളെ അവാർഡ് 3 എണ്ണം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഫോക്ലോറൊക്കെ മതി. ഞാൻ അവാർഡ് ജേതാവാണ്. ഇത് ശശിചേട്ടൻ കഴിഞ്ഞ വർഷത്തെ അവാർഡ് ജേതാവാണ്. ഈ 3 പേര് ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് ജേതാക്കളാണ്. പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് ഇത്തവണ പടയണിയുമായിട്ട് എത്തിയിരിക്കുന്നത്. ഒപ്പം നിങ്ങളൊരു പാട്ട് കേൾക്കാൻ പറ്റുമോ? ഈ പടയണിയായി ബന്ധപ്പെട്ട ഒരു പാട്ട് കേട്ടാലോ? ശിഷ്ടരെ പാലനം ചെയ്വതിനായി ദുഷ്ടാനുശാസനം ചെയ്യാമോദാർ. ശിഷ്ടരെ പാലനം ചെയ്വതിനായി
ഇഷ്ടപ്രദൻ മഹാവിഷ്ണു മുന്നം പുഷ്പമോദാൽ ബാലലീലയോടും ഇഷ്ടപ്രദൻ മഹാവിഷ്ണു മുന്നം പുഷ്പമോദാൽ ബാലലീലയോടും ആമ്പാടി തന്നിൽ വളർന്ന കാലം അൻപോടു കംസനാം ദുഷ്ടഭൂപൻ ആമ്പാടി തന്നിൽ വളർന്ന കാലം അൻപോടു കംസനാം ദുഷ്ടഭൂപൻ ആമ്പാടി കൃഷ്ണനെ കൊല്ലുവാനായി പക്ഷിയെ മായയായി തീർച്ചയച്ചേ അമ്പാടി ശ്രീകൃഷ്ണനെ കൊൽവനായി പക്ഷിയെ മായയായി തീർച്ചയച്ചേ ഉന്നതനാം വേഗാദാനവേന്ദ്രൻ ചെന്നു ഗോവിന്ദനെ കണ്ടവാറേ ഉന്നതനാം വേഗാദാനവേന്ദ്രൻ ഗോവിന്ദനെ കണ്ടവാറേ. എന്തായാലും ഒരുപാട് സന്തോഷം. വയനാടിന്റെ ഈ ഒരു ദുഃഖത്തിൽ പോലും നിങ്ങൾ ഇവിടെ എത്തി ഈ ഒരു അത്തച്ചമയത്തിന് മാറ്റുകൂട്ടാൻ എത്തിയതിൽ വളരെയധികം സന്തോഷം. യെസ്, അപ്പോൾ നവമിയാണ് നമുക്കൊപ്പം ചേർന്നത്. ഇനിയും അത്തച്ചമയ ആഘോഷങ്ങളും കാഴ്ചകളും ബാക്കിയുണ്ട്. അതിലേക്ക് മടങ്ങിയെത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി. കേസുകൾ പരിഗണിക്കാൻ വനിതാ ജഡ്ജി ഉൾപ്പെടുന്ന പ്രത്യേക ബെഞ്ച്. മുദ്രവെച്ച കവറിലുള്ള റിപ്പോർട്ടും ബെഞ്ച് പരിഗണിക്കും. മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം. ഇടവേള ബാബുവിന്റെ ഹർജിയിലും ഇന്ന് വിധി. യുവതിക്കെതിരെ ഗൂഢാലോചന ആരോപിച്ച് നിവിൻ പോളി DGPക്ക് പരാതി നൽകും. ജയസൂര്യക്കെതിരെ രഹസ്യമൊഴി നൽകാൻ പരാതിക്കാരി. PV അൻവറിന്റെ ആരോപണങ്ങൾ CPM ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ചയാകുന്നു. പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ തുടർഭരണം ഉണ്ടാകില്ലെന്ന് വിമർശനം. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകില്ലെന്നും പ്രതിനിധികൾ. ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. പോലീസ് അന്വേഷണം തുടങ്ങും മുൻപുള്ള ഹർജി അപക്വമെന്ന് കോടതി. അജിത് കുമാർ കേസ് അട്ടിമറിച്ചെന്ന് ആവർത്തിച്ച് അബിഗേൽ സാറയുടെ പിതാവ്. പിന്നീട് ആ പുള്ളി ചിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അന്വേഷണ സംഘത്തിന്റെ ഇതിൽ വന്നേക്കുന്നത് അവർ 3 പേരെ ഉള്ളൂ എന്നുള്ളതാണ്. മോന് ചിലപ്പം അങ്ങനെ തോന്നിയതാവാം എന്ന് പറയുകയുണ്ടായി. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി തുടരട്ടെ എന്ന് ഞങ്ങൾക്കും വിയോജിപ്പുണ്ട്. പക്ഷേ ചില നടപടികളുണ്ട് ഞങ്ങൾക്ക് യോജിപ്പുമുണ്ട്. എന്നാൽ പോലും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു വികാരം പുറത്ത് അറിയിക്കാൻ അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി തുടരട്ടെ എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗവർണർക്ക് തിരുവഞ്ചൂരിന്റെ പുകഴ്ത്തൽ. തിരുവഞ്ചൂരിന് BJP താൽപര്യമെന്ന് മന്ത്രി VN വാസവൻ. പുതിയ ഗവർണറുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ കേന്ദ്രം. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി NCPയിൽ തർക്കം മുറുകുന്നു. MLA സ്ഥാനം രാജിവെക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രന്റെ ഭീഷണി. കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ തോമസ് K തോമസിനൊപ്പം. ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് മന്ത്രി. എന്നോട് മന്ത്രിസ്ഥാനം മാറണ്ടോ എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഇല്ലാത്തൊരു പ്രശ്നം എന്നോട് പറയാൻ കഴിയില്ലല്ലോ. പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമായ ഒരു കാര്യം, ഇല്ലാത്തൊരു കാര്യം തന്നെ എന്നോട് പറയുന്നു. ഉള്ള കാര്യമല്ലേ പറയേണ്ടത്. ഇല്ലാത്തൊരു കാര്യം എന്നോട് ഇങ്ങനെയുണ്ട്, ഞങ്ങളിങ്ങനെ ആരും ആലോചിച്ചില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തുന്നു എന്നാ പറയാ. ഓണക്കാലത്ത് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടി സർക്കാർ. അരി, പരിപ്പ്, പഞ്ചസാര വില കൂടി. സപ്ലൈകോ ഓണച്ചന്തകൾക്ക് തുടക്കം.
ഇടുക്കി ചൊക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ മന്ത്രിക്കും CPI ജില്ലാ സെക്രട്ടറിക്കുമെതിരെ മുൻ CPI നേതാവ് വ്യാജരേഖ ചമയ്ക്കാൻ കൂട്ടുനിന്നു എന്ന ആരോപണം. പണം കൈപ്പറ്റിയെന്നും ബൈസൺ വാലി മുൻ ലോക്കൽ സെക്രട്ടറി MR രാമകൃഷ്ണൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി. കേസുകൾ പരിഗണിക്കാൻ വനിതാ ജഡ്ജി ഉൾപ്പെടുന്ന പ്രത്യേക ബെഞ്ച്. മുദ്രവെച്ച കവറിലുള്ള റിപ്പോർട്ടും ബെഞ്ച് പരിഗണിക്കും. മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം. ഇടവേള ബാബുവിന്റെ ഹർജിയിലും ഇന്ന് വിധി. യുവതിക്കെതിരെ ഗൂഢാലോചന ആരോപിച്ച് നിവിൻ പോളി DGPക്ക് പരാതി നൽകും. ജയസൂര്യക്കെതിരെ രഹസ്യമൊഴി നൽകാൻ പരാതിക്കാരി. PV അൻവറിന്റെ ആരോപണങ്ങൾ CPM ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ചയാകുന്നു. പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ തുടർ ഭരണം ഉണ്ടാകില്ലെന്ന് വിമർശനം. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകില്ലെന്നും പ്രതിനിധികൾ. ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. പോലീസ് അന്വേഷണം തുടങ്ങും മുൻപുള്ള ഹർജി അപക്വമെന്ന് കോടതി. അജിത് കുമാർ കേസ് അട്ടിമറിച്ചെന്ന് ആവർത്തിച്ച് അബിഗേൽ സാറയുടെ പിതാവ്. പിന്നീട് ആ പുള്ളി ചിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അന്വേഷണ സംഘത്തിന്റെ ഇതിൽ വന്നിരിക്കുന്നത് അവർ 3 പേരേ ഉള്ളൂ എന്നുള്ളതാണ്. മോന് ചിലപ്പം അങ്ങനെ തോന്നിയതാവാം എന്ന് പറയുകയുണ്ടായി. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി തുടരട്ടെ എന്ന് ഞങ്ങൾക്കും വിയോജിപ്പുണ്ട്. പക്ഷേ ചില നടപടികളോട് ഞങ്ങൾക്ക് യോജിപ്പുമുണ്ട്. എന്നാൽ പോലും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു വികാരം പുറത്ത് അറിയിക്കാൻ അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി തുടരട്ടെ എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗവർണർക്ക് തിരുവഞ്ചൂരിന്റെ പുകഴ്ത്തൽ. തിരുവഞ്ചൂരിന് BJP താൽപര്യമെന്ന് മന്ത്രി VN വാസവൻ. പുതിയ ഗവർണറുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ കേന്ദ്രം. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി NCPയിൽ തർക്കം മുറുകുന്നു. MLA സ്ഥാനം രാജിവെക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രന്റെ ഭീഷണി. കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ തോമസ് K തോമസിനൊപ്പം. ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് മന്ത്രി. എന്നോട് മന്ത്രിസ്ഥാനത്ത് മാറണ്ടോ എന്ന് പറയാൻ, കാരണം അങ്ങനെ ഇല്ലാത്തൊരു പ്രശ്നം എന്നോട് പറയാൻ കഴിയില്ലല്ലോ. പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമായ ഒരു കാര്യം, ഇല്ലാത്തൊരു കാര്യം തന്നെ എന്നോട്. തിരികെ മോർണിംഗ് വൈബ്സിലേക്ക്. ഓണമാകുമ്പോൾ ഒരുപാട് ഈ വിളവെടുപ്പുകൾ നമുക്കൊരു പ്രധാനമാരിയായി പൂക്കൃഷി വ്യാപകമായിട്ടുണ്ട് കേരളത്തിൽ. പല സ്ഥലങ്ങളിൽ പൂക്കൃഷിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ പോയപ്പോൾ വിശാലമായൊരു ചെണ്ടുമല്ലി പാടശേഖരം കണ്ടിരുന്നു. അങ്ങനെ നമ്മുടെ പല സ്ഥലങ്ങളിലും പൂക്കൃഷി വ്യാപകമാണ്. പൂവിന് നല്ല വിപണിയുമുണ്ട്. അതെ, നമ്മുടെ ഓണം നമ്മുടെ പൂ എന്നുള്ളതാണല്ലോ നമ്മളിപ്പോൾ 2-3 വർഷമായിട്ട് ആ ഒരു പദ്ധതി ലൂന്നിയാണ് പല സ്ഥലത്തും, അതായത് വീടുകളിലും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ഒക്കെയും കൃഷി നടക്കുന്നുണ്ട്. നമുക്ക് അട്ടപ്പാടിയിലേക്ക് ഒന്ന് പോകണം. അവിടെ ചെണ്ടുമല്ലിപ്പൂ പാടത്ത് വിളവെടുത്ത് കാരത GUPS സ്കൂളിലെ കുട്ടി കർഷക കൂട്ടം. അട്ടപ്പാടിയിലെ ഹിൽ ടോപ്പ് ഫാം അഗ്രോ ഫാം ജൈവകൃഷിത്തോട്ടവുമായി സഹകരിച്ചാണ് കാരറ സ്കൂളിലെ കുട്ടി കർഷകർ ജൈവ പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും നടത്തിയത്. ജൈവകൃഷി പരിചയപ്പെടുത്തൽ, നൂതന ജലസേചന മാർഗങ്ങളായ സ്പ്രിംഗ്, ഡ്രിപ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങളും ജൈവ വളങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും കുട്ടികൾ പരിചയപ്പെട്ടു. അഗളി കൃഷി ഓഫീസർ ശ്രീ വിഷ്ണു, BRC BPO ശ്രീ ഭക്തഗിരീഷ്, പദ്ധതി കോർഡിനേറ്റർ സജുകുമാർ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിന്ധു സാജൻ, PTA പ്രസിഡന്റ് പ്രേമചന്ദ്രൻ എന്നിവർ കുട്ടികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. തൃപ്പൂണിത്തുറ അത്തച്ചമയം പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട ഘോഷയാത്ര അടക്കം ആരംഭിക്കും. ഒരുക്കങ്ങൾ അതിന്റെ ഏറ്റവും അവസാന നിമിഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നവമി ദിനേശ് കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരും. നവമി എങ്ങനെ പുരോഗമിക്കുന്നു? അതിന്റെ അവസാന നിമിഷത്തിലേക്ക് ഒരുക്കങ്ങൾ എത്തി നിൽക്കുകയാണ്. ഘോഷയാത്ര അല്പസമയത്തിനകം ആരംഭിക്കും അല്ലേ? മലയാളികൾ ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. എനിക്കിപ്പോൾ
രണ്ടോളം കലാരൂപങ്ങൾ അതിൽ കേരളത്തിന്റെ തനിമ വിളിച്ചോതുന്ന തരത്തിലുള്ള കലാപ്രകടനങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നവമി, കേൾക്കാമെങ്കിൽ അല്പം ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. നവമിയിലേക്ക് മടങ്ങിയെത്താം, ആ കാഴ്ചകളിലേക്ക് മടങ്ങിയെത്താം. നവമി അവിടെ തുടരുക. എന്തായാലും ദൃശ്യങ്ങളിലേക്ക് പോകാം. നവമി, ആ മൈക്ക് ഒന്ന് ശരിയാക്കിയാൽ നമുക്ക് ഒരിക്കൽ കൂടി നവമിയിലേക്ക് വരാം. കാരണം ചെറിയ ശബ്ദം പുറത്തേക്ക് വരുന്ന പ്രശ്നമുണ്ട്. മൈക്കിന്റെ ചെറിയ സാങ്കേതിക പ്രശ്നമായിരിക്കാം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം എന്ന് തോന്നുന്നു. നമുക്ക് ഇന്ന് രാവിലെ മുതൽ അത്തച്ചമയത്തിന്റെ വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ് അല്ലെ? നമ്മൾ ഒരുപാട് പുലികളെ കണ്ടു, വിവിധ വ്യത്യസ്ത തലങ്ങളിൽ, ഭാവങ്ങളിൽ, കളറുകളിലുള്ള ഒരുപാട് പുലികളെ കണ്ടു. അതെ, നവമി നേരത്തെ നമുക്ക് കാണിച്ചു തന്നിരുന്നു. അതായത് ഫ്ലൂറസെന്റ് കളറിലുള്ള പുലികൾ ഉണ്ടായിരുന്നു, വാ തുറന്നിരിക്കുന്നത്, വാ അടഞ്ഞിരിക്കുന്നത്, അങ്ങനെ പലതരം വ്യത്യസ്തമാർന്ന പുലികൾ. ഏതൊക്കെ തരത്തിൽ ഓരോ വർഷവും വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ ശ്രമിക്കുകയാണ് കലാകാരന്മാർ. അതോടൊപ്പം കേരളത്തിന്റെ തനിമ വിളിച്ചോതുന്ന ഒരുപാട് കലാപ്രകടനങ്ങൾ, കലാരൂപങ്ങൾ ഒക്കെ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയിലെ ആഘോഷങ്ങളോടുകൂടിയാണ് ശരിക്കും നമ്മുടെ ഓണത്തിന്റെ ഒരു ആഘോഷത്തിന്റെ ആ ഒരു തുടക്കം, ഔദ്യോഗികമായ തുടക്കം എന്ന് പറയാം സംസ്ഥാനത്തെ, അല്ലെ? അതായത് ഇനിയിപ്പോ പൂക്കളങ്ങൾ, എല്ലാ സ്ഥലങ്ങളിലും പൂക്കളങ്ങൾ ഉയരും. ഇനി സദ്യവട്ടങ്ങൾ ഒരുക്കും അല്ലെ? കോളേജുകളും നമ്മൾ ഈ ഇട്ടിരിക്കുന്ന പോലത്തെ ഓണവേഷത്തിൽ ഇനി നമ്മുടെ ഒരുപാട് പേരെ കാണാം. അതെ, റോഡിലും ഒക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെ, അങ്ങനെയാണ് സാഹചര്യം. ഏതായാലും നമുക്ക് നവമിയിലേക്കൊന്ന് പോകണമായിരുന്നു, പക്ഷെ അത് ചില സാങ്കേതിക പ്രശ്നമുണ്ട്. വരും ബുള്ളറ്റിനുകളിൽ നവമി നമ്മോടൊപ്പം ചേരും. തീർച്ചയായും. അപ്പം മോർണിംഗ് വെബ്സിന്റെ സമയം ഇവിടെ അവസാനിക്കാറായി, അല്ലേ? സമഗ്രമായൊരു ബുള്ളറ്റിനായിരുന്നു. ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും പ്രേക്ഷകർക്കായി പങ്കുവെക്കാൻ സാധിച്ചു. ഗിരീഷ് പുലിയൂർ എന്ന മഹാനായ കവി, ഗാനരചയിതാവ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കാൻ നമുക്ക് സാധിച്ചു. ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാവും. ഇനിയുള്ള ഓണനാളുകളിലും നിരവധി വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഞങ്ങൾക്കൊപ്പം തുടരുക. ഇനി കൂടുതൽ വാർത്തകൾ വരും ബുള്ളറ്റിനിൽ ഉണ്ടാകും. ഞങ്ങളുടെ വാർത്താ അവതാരകർ നിങ്ങൾക്കൊപ്പം ചേരുകയും ചെയ്യും. അപ്പോൾ ന്യൂസ് 18നോടൊപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടരുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.